ഓക്കേണേ. അപ്പൊ ഫസ്റ്റ് നമ്മൾ കുറച്ച് ഇൻട്രൊഡക്ഷൻ ആണ് നോക്കാൻ പോകുന്നത്. എല്ലാ ഡിസൈൻസിനും ആദ്യം ബേസ് ആയിട്ട് വേണ്ടുന്ന കുറച്ച് കാര്യങ്ങൾ നോക്കിയിട്ട് നമുക്ക് ഡിസൈനിലോട്ട് പോകാം. ഓക്കെ ആണല്ലോ. ഫസ്റ്റ് നമുക്ക് ലൈൻസ് ആണ്. ആദ്യം നമ്മൾ ഏറ്റവും ബേസ് ആയിട്ടുള്ള കാര്യം ലൈൻസ് ആണ്. ലൈൻസിൽ കാണുന്നുണ്ടല്ലോ, കാണുന്നില്ലെങ്കിൽ പറയട്ടോ. ലൈൻസിൽ തിൻ ലൈൻ ഇതാണ് നമ്മൾ ആദ്യം നോക്കാൻ പോകുന്നത്. തിൻ ലൈൻ മീൻസ് സിംഗിൾ ലൈൻ. ലൈൻസ് എന്നാണ് എഴുതിയത്. ലൈൻസിൽ തിൻ ലൈൻ എന്നാണ് എഴുതിയത് കേട്ടോ. ഓക്കെ. അപ്പൊ ലൈൻ വരയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ടത്, നമ്മുടെ കോൺ എടുത്തതിന് ശേഷം നമ്മൾ ജസ്റ്റ് പേപ്പറിൽ ആദ്യം ഒന്ന് ടച്ച് ചെയ്യുക. എന്നിട്ട് നമ്മൾ ചെറിയൊരു പ്രഷർ കൊടുക്കുക. എന്നിട്ട് നമ്മൾ അതിനെ കോൺ ഒന്ന് മെല്ലെ മുകളിലോട്ട് ഉയർത്തിയതിന് ശേഷം നമ്മളിങ്ങനെ ഡ്രാഗ് ചെയ്ത് കൊണ്ടുപോകാം. ഓക്കെ. അതായത് നമ്മൾ എപ്പോഴും വരയ്ക്കുന്നത് പോലെ നമ്മൾ ഈ പേപ്പറിൽ അല്ലെങ്കിൽ സർഫസിൽ കയ്യിൽ നമ്മൾ ഡയറക്റ്റ് ടച്ച് ചെയ്ത് നമ്മൾ ഇങ്ങനെ ലൈൻ വരയ്ക്കാൻ പാടില്ല. നമ്മൾ ജസ്റ്റ് ആദ്യം ഈ കോണ് പേപ്പറിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്യുക. എന്നിട്ട് നമ്മൾ ഒരു ചെറിയൊരു പ്രഷർ കൊടുത്തുകൊണ്ട് ഈ കോൺ ഒന്ന് മെല്ലെ മുകളിലോട്ട് പൊക്കിയതിന് ശേഷം ഇങ്ങനെ ഡ്രാഗ് ചെയ്ത് തന്നെ കൊണ്ടുപോയി എവിടെ വരെയാണോ നമുക്ക് ലൈൻ വേണ്ടുന്നത് അവിടെ എത്തുമ്പോൾ സ്റ്റോപ്പ് ചെയ്യുക. പേപ്പറിൽ തട്ടിച്ച് വരയ്ക്കരുത്. നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ മാത്രം ഒന്ന് ടച്ച് ചെയ്യുക. എന്നിട്ട് ചെറിയൊരു പ്രഷർ കൊടുക്കുക. ആ പ്രഷറോട് കൂടി തന്നെ ആ കൊടുക്കുന്ന പ്രഷർ നമ്മൾ എൻഡ് വരെയും കൊണ്ടുപോയി എവിടെ വരെയാണോ വേണ്ടത് അവിടെ എത്തുമ്പോൾ നമ്മൾ സ്റ്റോപ്പ് ചെയ്യും. ഓക്കെ ആണല്ലോ. ആരെങ്കിലും ഒക്കെ ഒന്ന് ക്യാമറ ഓൺ ആക്കാൻ പറ്റുന്ന ആൾക്കാരൊന്ന് ഓൺ ആക്കോ. ഫേസ് കാണിക്കണ്ട, പേപ്പർ മാത്രം കാണിച്ചാൽ മതി. വരയ്ക്കുന്ന ഒന്ന് കാണാനാണേ. ആരും ഓണാക്കൂലേ? ആ ഓക്കെ. യെസ് ഓണാക്കണം. ഓക്കെ ഓക്കേടാ. ഓക്കെ. അപ്പൊ ജസ്റ്റ് നമുക്ക് പോവാം. ആദ്യം ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്യുക, ഡ്രാഗ് ചെയ്ത് കൊണ്ടുപോവുക. എവിടം വരെയാണോ വേണ്ടത് അവിടെ എത്തുമ്പോൾ സ്റ്റോപ്പ് ചെയ്യാം. ഒരിക്കലും നമ്മൾ ഇങ്ങനെ തട്ടിച്ച് വരയ്ക്കുക ചെയ്യരുത്. അഥവാ നമ്മൾ ഇങ്ങനെ വരച്ച് പോകുന്ന സമയത്ത് നമുക്ക് ഇങ്ങനെ ബ്രേക്ക് വരുവാണെങ്കിൽ നമ്മൾ അത് കണ്ടിന്യൂ ചെയ്യുക. അതിനുശേഷം അതിന്റെ മുകളിൽ കൂടി ജസ്റ്റ് ഒന്നും കൂടി വരച്ച് ഫില്ല് ചെയ്ത് കൊടുത്താൽ മതിയാവും. ഒരു മിനിറ്റ്. ഓക്കെ. അപ്പോ ജസ്റ്റ് ടച്ച് ചെയ്യുക, ഡ്രാഗ് ചെയ്ത് കൊണ്ടുപോവാ. എവിടെയാണോ വേണ്ടത് അവിടെ വരെ എത്തുമ്പോൾ സ്റ്റോപ്പ് ചെയ്യാം. ഇതൊന്ന് ഒത്തിരി പ്രാക്ടീസ് ചെയ്യുമ്പോഴത്തേക്ക് ഈ ബ്രേക്ക് എന്തെങ്കിലും വരുന്നുണ്ടെങ്കിൽ ആ ടൈമിലാകുമ്പോൾ ഒരുപാട് നമ്മൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ ഓക്കെ ആയിക്കോളും. മാക്സിമം ബ്രേക്ക് വരാതെ കൊണ്ടുപോകാം. നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ കൊടുക്കുന്ന ആ സെയിം പ്രഷറും ആ ഒരു സെയിം സ്പീഡും നമ്മൾ അവസാനം വരെയും കൊണ്ടുപോവാണെങ്കിൽ ബ്രേക്ക് ആ സെയിം പ്രഷർ തന്നെ അങ്ങ് എൻഡ് വരെയും കൊണ്ടുപോയാൽ മതി. പേപ്പറിൽ വരയ്ക്കുന്നെങ്കിൽ കയ്യിലും തട്ടിക്കരുത്. ഇങ്ങനെ ഹൈറ്റ് ചെയ്ത് തന്നെ വരയ്ക്കാം. ഓക്കെ ആണല്ലോ. അടുത്തത് രണ്ടാമത്തത് നമ്മൾ വരയ്ക്കാൻ പോകുന്നത് തിക്ക് ലൈൻ ആണേ. ഇത് കുറച്ച് ബ്രേക്ക് വരുന്നുണ്ടെങ്കിൽ വീണ്ടും പ്രാക്ടീസ് ചെയ്താൽ മതി. അപ്പോഴത്തേനും അത് ശരിയാവും. രണ്ടാമത് വരുന്നത് തിക്ക് ലൈൻ ആണ്. തിക്ക് ലൈൻ നമ്മൾ വരയ്ക്കുമ്പോഴത്തേക്ക് ആദ്യം നമ്മൾ രണ്ട് തിൻ ലൈൻ വരയ്ക്കുക. ആദ്യം നമ്മൾ ഇപ്പൊ വരച്ചതുപോലെ തന്നെ പേപ്പർ ടച്ച് ചെയ്യാതെ ഡ്രാഗ് ചെയ്ത് കൊണ്ടുപോയി തന്നെ രണ്ട് തിൻ ലൈൻ, അധികം ഗ്യാപ്പ് കൊടുക്കാതെ രണ്ട് തിൻ ലൈൻ വരയ്ക്കാം. ഓക്കെ. രണ്ട് തിൻ ലൈൻ വരച്ചു കൊടുക്കുക. ഈ രണ്ട് തിൻ ലൈനിന്റെയും സെന്ററിലുള്ള ഗ്യാപ്പിൽ നന്നായിട്ട് കോണ് പ്രഷർ കൊടുത്ത്, നന്നായിട്ട് കോണിന് ഫോഴ്സ് കൊടുത്ത്, നന്നായിട്ട് ഞെക്കിക്കൊണ്ട് ഈ സെന്റർ അങ്ങ് ഫില്ല് ചെയ്ത് കൊടുക്കുക. നന്നായിട്ട് പ്രഷർ കൊടുക്കണം. നല്ല ഡാർക്ക് ആയിട്ട് വരുന്ന രീതിയിൽ വരയ്ക്കാം. ഓക്കെ. ഒന്നുകൂടി പറയാം. ആദ്യം രണ്ട് തിൻ ലൈൻ വരയ്ക്കുക. ഒരു തിൻ ലൈൻ വരയ്ക്കുക. ആ സെയിം ഇതിൽ ചെറിയൊരു ഗ്യാപ്പ് ഇട്ട് അടുത്ത തിൻ ലൈനും കൂടി വരയ്ക്കുക. രണ്ട് തിൻ ലൈൻ വരയ്ക്കുക. എന്നിട്ട് കോണിന് നല്ല പ്രഷർ കൊടുക്കണം. അത്യാവശ്യം നല്ല പ്രഷർ കൊടുത്ത് തന്നെ ഈ സെന്ററിൽ ഇത്രയും അങ്ങ് ഫില്ല് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെയാണ് തിക്ക് ലൈൻ വരയ്ക്കുക. നമ്മൾ ഒരിക്കലും തിക്ക് ലൈൻ ഇനി നല്ല കട്ടിക്ക് ഒറ്റ ലൈനായിട്ട് ഈ രീതിയിൽ വരയ്ക്കാൻ പാടില്ല. രണ്ട് തിൻ ലൈൻ വരച്ച് അതിന്റെ സെന്റർ ഗ്യാപ്പ് കൊടുത്ത് സെന്റർ ഫില്ല് ചെയ്ത് തന്നെ വരയ്ക്കണം. അല്ലാതെ നല്ല കട്ടിക്ക് ഈ രീതിയിൽ തിക്ക് ലൈൻ വരയ്ക്കരുത്. അതുപോലെ തന്നെ നമ്മൾ വരയ്ക്കുമ്പോൾ രണ്ട് ലൈൻസ് തമ്മിലുള്ള ഗ്യാപ്പ് ഒത്തിരി കൂടാനും പാടില്ല. ഒത്തിരി കൂടാൻ പാടില്ല. ഒരു മിനിമം ഗ്യാപ്പിൽ തന്നെ വരയ്ക്കണം. എന്നിട്ട് നമ്മൾ ഇവിടെ ഇങ്ങനെ ഈ രീതിയിൽ കളർ ചെയ്ത് ഇങ്ങനെ ഫില്ല് ചെയ്യും. അങ്ങനെ ഫില്ല് ചെയ്യരുത്. നമ്മൾ പ്രഷർ കൊടുത്തുകൊണ്ട് തന്നെ നമ്മൾ രണ്ട് ലൈൻ വരച്ചതിന് ശേഷം അതിന്റെ സെന്ററിൽ നമ്മൾ പ്രഷർ കൊടുത്തുകൊണ്ട് തന്നെ നമ്മൾ ഫില്ല് ചെയ്ത് കൊടുക്കുക. നന്നായിട്ട് പ്രഷർ കൊടുത്ത് ആ ഒരു ഇതിൽ തന്നെ നമ്മൾ ഫില്ല് ചെയ്ത് കൊടുക്കുക. ഈ രീതിയിൽ ചെയ്ത് കൊടുക്കുക. ഓക്കെ ആണല്ലോ. അപ്പൊ തിക്ക് ലൈനും തിൻ ലൈനും ഓക്കെ ആണല്ലോ. അടുത്തത് നമ്മൾ വരയ്ക്കാൻ പോകുന്നത് ഹംസ് എന്ന് പറയും. ഹംസ്. ഓക്കെ. ഹംസ് വരയ്ക്കാൻ വേണ്ടി നമ്മൾ ആദ്യം ഇതുപോലെ തന്നെ നമ്മളൊരു തിൻ ലൈൻ വരച്ചു കൊടുക്കുക. ഇപ്പൊ നമ്മൾ വരച്ച പോലെ ഒരു തിൻ ലൈൻ ആദ്യം വരച്ചു കൊടുക്കുക. നമുക്ക് എത്ര വേണോ അത്രയും വലിയ
തിൻ ലൈൻ വരയ്ക്കാം. അത് കഴിഞ്ഞിട്ട് നമ്മൾ താഴേക്ക് ഒരു ലൈൻ കൊടുത്ത് അത് യു പോലെ നമ്മൾ മുകളിലോട്ട് ആക്കി കൊടുക്കാം. വലിയ വീതിയിൽ യു ആക്കരുത്, വീതി കുറഞ്ഞ് ഈ രീതിയിൽ ഒരു യു വരച്ചു, ചെറിയ വീതിയിൽ. എന്നിട്ട് ആ സെയിം അളവിൽ തന്നെ അങ്ങ് എൻഡ് വരെയും ഫില്ല് ചെയ്ത് കൊടുക്കുക. ഇതുപോലെ യു പോലെ ചേർത്ത് ചേർത്ത് വരച്ചു കൊടുക്കുക. നമുക്ക് ആ ലൈനിന്റെ എൻഡ് വരെയും ഇതുപോലെ തന്നെ വരച്ചു കൊടുക്കുക. ഇങ്ങനെ വരയ്ക്കുന്നതാണ് ഹംസ്. ഓക്കെ, ഇനി ഹംസ് വരയ്ക്കുമ്പോൾ നമ്മൾ ലൈൻ കൊടുത്തതിന് ശേഷം നമ്മൾ ഭയങ്കര വീതിയിൽ ഇങ്ങനെ ഈ രീതിയിൽ ഹംസ് വരയ്ക്കാൻ പാടില്ല, ഒത്തിരി വലുതായിട്ട് ഹംസ് വരയ്ക്കാൻ പാടില്ല. അതുപോലെ തന്നെ നമ്മൾ ലൈൻ കൊടുത്തിട്ട് സിഗ്സാഗ് ഈ രീതിയിലും ഹംസ് വരയ്ക്കാൻ പാടില്ല. നമ്മൾ ഹംസ് വരയ്ക്കുമ്പോൾ ഈ വീതി കുറഞ്ഞ് യു പോലെ തന്നെ വരച്ചു കൊടുക്കുക. ഇങ്ങനെ ഹംസ് വരച്ചിട്ട് അടിയിൽ വീതി കുറഞ്ഞ് തന്നെ ഈ രീതിയിൽ തന്നെ വരച്ചു കൊടുക്കാം. മാക്സിമം നമ്മൾ ഒരേ ഇത് മെയിൻറ്റെയിൻ ചെയ്ത് പോകാൻ നോക്കാം. ഓക്കെ, ഈ രീതിയിലാണ് ഹംസ് വരയ്ക്കുന്നത്. ഓക്കെ ആണല്ലോ? ഓക്കേടാ, അൻസലിന് ഓക്കെയാണ്. ഓക്കെ, നന്നായിട്ട് വന്നിട്ടുണ്ട്. ഓക്കെ അല്ലേ? ഇത് ഇത്ര ഓക്കെ ആണല്ലോ? തിൻ ലൈൻ, തിക്ക് ലൈൻ, ഹംസ് ഒക്കെ ആണല്ലോ? ഇനി അടുത്തത് നമ്മൾ വരയ്ക്കാൻ പോകുന്നത് ഡോട്ട്സ് ആണേ. ഡോട്ട്സ് ഡോട്ട് വരയ്ക്കുമ്പോഴും അതുപോലെ തന്നെ നമ്മൾ എവിടെയാണോ ഡോട്ട് വരയ്ക്കുന്നത് അവിടെ കോണ് വെക്കുക, നന്നായിട്ട് പ്രഷർ കൊടുക്കുക. അപ്പൊ കുറച്ച് പേസ്റ്റ് വെളിയിൽ പോകും. ഇത്രയേ ഉള്ളൂ. നമുക്ക് ചെറിയ ഡോട്ട് ആണെങ്കിൽ എത്ര വലിയ ഡോട്ട് വേണോ അതനുസരിച്ച് നമ്മൾ ഞെക്കി കൊടുത്തുകൊണ്ടിരിക്കുക. ചെറുതാണെങ്കിൽ കുറച്ച് ഞെക്കി കൊടുത്താൽ മതി. വലിയ ഡോട്ട് വേണമെങ്കിൽ നമ്മൾ അതനുസരിച്ച് ഞെക്കി കൊടുക്കുക. ജസ്റ്റ് കോണ് വെക്കുക, പ്രഷർ കൊടുക്കുക, അത്രയേ ഉള്ളൂ. കോൺ ഇങ്ങനെ വെച്ചിട്ട് നമുക്ക് വലിയ ഡോട്ട് വേണമെങ്കിൽ നമ്മൾ ഞെക്കിക്കൊണ്ടിരിക്കുക. അപ്പൊ പേസ്റ്റ് അത്രയും പുറത്തു പോകുമ്പോൾ വലിയ ഡോട്ട് കിട്ടും. കുഞ്ഞു ഡോട്ട് മതിയെങ്കിൽ ജസ്റ്റ് പ്രഷർ കൊടുത്തിട്ട് ഒന്ന് ഞെക്കി കൊടുത്താൽ മതി. എത്ര വലിയ ഡോട്ട് വേണോ അതനുസരിച്ച് പ്രഷർ കൊടുക്കുക. ഇത് ഇനി നമ്മൾ ഡോട്ട് ഇങ്ങനെ വട്ടം വരച്ചിട്ട് കറുപ്പിച്ച് ഈ രീതിയിൽ ഡോട്ട് വരയ്ക്കാൻ പാടില്ല. ഇങ്ങനെ നമ്മൾ വരയ്ക്കൂലേ, അങ്ങനെ വരയ്ക്കാൻ പാടില്ല. നമ്മൾ കോണ് വെച്ചിട്ട് ഞെക്കി കൊടുക്കുക തന്നെ ചെയ്യണം. നമുക്ക് ചെറിയ ഡോട്ട് മതിയെങ്കിൽ കുറച്ച് ഞെക്കി കൊടുത്താൽ മതി, ചെറിയ ഡോട്ട് കിട്ടും. വലുതായിട്ട് വേണമെങ്കിൽ ഒത്തിരി നേരം ഞെക്കി കൊടുക്കുക, അതനുസരിച്ച് ഡോട്ട് കിട്ടും. ഓക്കെ അല്ലേ? ഡോട്ട് ഓക്കെ ആണല്ലോ? തിൻ ലൈൻ, തിക്ക് ലൈൻ, ഹംസ്, ഡോട്ട് ഓക്കെ അല്ലേ? ഇനി അടുത്തത് ടിയർ ഡ്രോപ്സ് എന്ന് പറയും. ഓക്കെ, ടിയർ ഡ്രോപ്സ് വരയ്ക്കാണ് ടിയർ ഡ്രോപ്സ് വരയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യം ഇപ്പൊ ഡോട്ട് വരച്ചതുപോലെ തന്നെ നന്നായിട്ട് പ്രഷർ കൊടുത്ത് ഒരു ഡോട്ടിന്റെ ഫോമിലാവുമ്പോഴത്തേക്ക് അവിടെ നിന്ന് പെതിയെ ഇങ്ങനെ താഴേക്ക് നീട്ടിക്കൊണ്ട് വന്ന് ലാസ്റ്റ് എത്തുമ്പോൾ പ്രഷർ കുറച്ച് ജസ്റ്റ് ഒരു വാല് പോലെ ഇങ്ങനെ ഇട്ട് കൊടുക്കാം. ഓക്കെ, ഒന്നുകൂടി പറയാം. ടിയർ ഡ്രോപ്സ് വരയ്ക്കാൻ നമ്മളിപ്പോ ഡോട്ട് വരച്ചതുപോലെ തന്നെ നന്നായിട്ട് പ്രഷർ കൊടുത്ത് ഡോട്ടിന്റെ ഷേപ്പ് ആവുമ്പോൾ താഴേക്ക് നീക്കൊണ്ടുവന്ന് എൻഡിലെത്തുമ്പോൾ ജസ്റ്റ് ഒന്ന് വാല് പോലെ വരച്ചു. വീണ്ടും ചെയ്യാം. ഇതേപോലെ നന്നായിട്ട് പ്രഷർ കൊടുക്കുക, വലിയൊരു ഡോട്ട് ആക്കുക, അതിനെ താഴോട്ട് കൊണ്ടുവന്ന് ഇങ്ങനെ നീക്കി കൊടുക്കുക. അങ്ങനെ നമുക്ക് എത്ര ടിയർ ഡ്രോപ്സ് വേണോ അതനുസരിച്ച് വരച്ചു കൊടുക്കാം. ഇങ്ങനെ കൊണ്ടുവന്ന് താഴേക്ക് നീക്കി കൊടുക്കാം. ഓക്കെ, വലിയൊരു ഡോട്ടിന് ചെയ്യുന്നത് പോലെ നന്നായിട്ട് പ്രഷർ കൊടുക്കുക. അത്യാവശ്യം വലിയ ഡോട്ട് ആകുമ്പോൾ അതിനെ താഴേക്ക് വരുമ്പോൾ നമ്മൾ പ്രഷർ കുറച്ച് കൊടുക്കാം. ഇവിടെ നിന്ന് മുകളിൽ നിന്ന് താഴേക്ക് ഇങ്ങനെ നീക്കി കൊടുക്കുക. മുകളിലും അതുപോലെ തന്നെ ചെറിയ ടിയർ ഡ്രോപ്പ് മതിയെങ്കിൽ പ്രഷർ അതനുസരിച്ച് കുറച്ച് കൊടുത്താൽ മതി. വലുതായിട്ട് വേണമെങ്കിൽ അത്യാവശ്യം വലുതായിട്ട് തന്നെ കൊടുക്കാം. ഓക്കെ ആണല്ലോ? ഇതാണ് ടിയർ ഡ്രോപ്സ്. അടുത്തത് നമ്മൾ വരയ്ക്കാൻ പോകുന്ന വൈൻസ് എന്ന് പറയും. വൈൻസ്, അതിനെ നമ്മൾ ജ്യൂസി ലീഫ് എന്നും പറയും. വൈൻസ് അല്ലെങ്കിൽ ജ്യൂസി ലീഫ്. ഓക്കെ അല്ലേ? ജ്യൂസി ലീഫ് അല്ലെങ്കിൽ വൈൻ വരയ്ക്കാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് ചെറിയൊരു സ്ലാൻഡിങ് ലൈൻ വരയ്ക്കുക. കുഞ്ഞിത്, ഒത്തിരി നീളം വേണ്ട, ചെറിയൊരു സ്ലാൻഡിങ് ലൈൻ വരയ്ക്കുക. എന്നിട്ട് നമ്മൾ നന്നായിട്ട് പ്രഷർ കൊടുക്കുക. ഈ ഡോട്ടിന് കൊടുത്തതുപോലെ തന്നെ നന്നായിട്ട് പ്രഷർ കൊടുക്കുക. അതിന്റെ എൻഡിന്ന് മുകളിലോട്ട് വീണ്ടും ഒരു കുഞ്ഞു ലൈൻ. ഒന്നുകൂടി പറയാം. ചെറിയൊരു സ്ലാൻഡിങ് ലൈൻ വരയ്ക്കുക, നന്നായിട്ട് നല്ല രീതിയിൽ പ്രഷർ കൊടുക്കണം. നന്നായിട്ട് പ്രഷർ കൊടുത്ത് മുകളിലോട്ട് വീണ്ടും ഒരു ലൈൻ. സ്ലാൻഡിങ് ആയിട്ട് ചെറിയൊരു ലൈൻ വരയ്ക്കുക, നന്നായിട്ട് പ്രഷർ കൊടുക്കുക, മുകളിൽ നിന്ന് ഒരു ലൈൻ മുകളിലോട്ട് വരയ്ക്കാം. ഇങ്ങനെ വരയ്ക്കുമ്പോൾ നമുക്ക് കറക്റ്റ് കിട്ടുന്നില്ല, അതൊക്കെ അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു ഡോട്ട് വരയ്ക്കാം. ആദ്യം ഒരു ഡോട്ട് വരയ്ക്കാം. ആ ഡോട്ട് വരച്ചിട്ട് മുകളിലോട്ട് ഒരു ലൈൻ, ഇങ്ങനെ ചരിച്ച് താഴോട്ടൊരു ലൈൻ, ഇങ്ങനെ ചെയ്താലും മതിയാവും. ഇത് രണ്ടിൽ ഏതാണ് സ്പീഡും ഏതാണ് എളുപ്പവും നോക്കിയിട്ട് അതുപോലെ വരച്ചാൽ മതി. ഒന്നുകിൽ ഒരു ഡോട്ട് കൊടുക്കുക,
ഡോട്ടിൽ നിന്ന് താഴോട്ട് ഒരു സ്ലാൻഡിങ് ലൈൻ കൊടുക്കുക, മുകളിലോട്ട് ഒരു സ്ലാൻഡിങ് ലൈൻ കൊടുക്കുക. അങ്ങനെ വരയ്ക്കാം. അല്ലെങ്കിൽ സ്ലാൻഡിങ് ലൈൻ ഡോട്ട് മുകളിലേക്ക് ഒരു ലൈൻ അങ്ങനെ വരച്ചു കൊടുക്കുക. ഇപ്പൊ നമുക്കൊരു ലൈൻ വരച്ചിട്ട് വരയ്ക്കണമെങ്കിൽ ഒരു ലൈൻ ആദ്യം വരച്ചു കൊടുക്കുക. ആ ലൈനിൽ നിന്ന് ആദ്യം മുകളിലോട്ടൊരു സ്ലാൻഡിങ് ലൈൻ നല്ല പ്രഷർ കൊടുത്ത് ഡോട്ട് പോലെ വരയ്ക്കുക, മുകളിലോട്ട് വരച്ചു കൊടുക്കുക. ഈ രീതിയിൽ എത്ര വേണോ അത്രയും വരച്ചു കൊടുക്കുക. ഓക്കെ, ഇതിന് പകരമായിട്ട് നമുക്ക് ഡോട്ട് ഇട്ട് വേണമെങ്കിലും വരച്ചു കൊടുക്കാം. ഡോട്ട് ഇട്ടാണ് വരയ്ക്കുന്നതെങ്കിൽ ആദ്യം ഒരു ഡോട്ട് ഇടുക, അങ്ങനെ വരച്ചു കൊടുക്കുക. ഡോട്ട് ഇട്ടിട്ടാണ് വരയ്ക്കുന്നതെങ്കിൽ ആദ്യം ഒരു ഡോട്ട് കൊടുക്കുക, എന്നിട്ട് അതിനകത്ത് നിന്ന് ഇങ്ങോട്ടേക്ക് ഒരു സ്ലാൻഡിങ് ലൈൻ കൊടുക്കുക, മുകളിലോട്ട് ഒരു സ്ലാൻഡിങ് ലൈൻ. ഏത് രീതിയിലാണോ അത് ഓക്കെ ആയിട്ട് വരയ്ക്കാം. നന്നായിട്ട് പ്രഷർ കൊടുക്കണേ. ഇവിടെ നിന്ന് സ്ലാൻഡിങ് ലൈൻ കൊണ്ടുവന്ന് നല്ല രീതിയിൽ പ്രഷർ നന്നായിട്ട് നല്ല വലിയൊരു ഡോട്ട് ആവുന്നത് പോലെ പ്രഷർ കൊടുത്തിട്ട് മുകളിലോട്ട് വരച്ചു. ഓക്കെ, ഓക്കെ ആണല്ലോ. ഇനി അടുത്ത് നമ്മൾ വരയ്ക്കാൻ പോകുന്നത് ഹാർട്ട് ഷേപ്പ് ആണ്. ഹാർട്ട് ഷേപ്പ്. ഓക്കെ, ഹാർട്ട് ഷേപ്പ് വരയ്ക്കാൻ നമ്മൾ മുകളിൽ ആദ്യം ടിയർ ഡ്രോപ്സ് വരച്ചില്ലേ, അത് ചെറുതായിട്ട് വരച്ചു കൊടുക്കുക. ആദ്യം ഈ സൈഡിൽ നിന്ന് ഇങ്ങോട്ടേക്ക് ഒരു ടിയർ ഡ്രോപ്പ് ഇങ്ങോട്ട് താഴേക്ക് വരച്ചു കൊടുക്കുക. അതേപോലെ തന്നെ ഓപ്പോസിറ്റ് സൈഡിൽ നിന്ന് തിരിച്ച് ഒരു ടിയർ ഡ്രോപ്പ് വരച്ചു കൊടുക്കുക. ഇപ്പൊ 2 ടിയർ ഡ്രോപ്പ് ചേരുമ്പോൾ ഒരു ഹാർട്ട് ഷേപ്പ് കിട്ടും. ആദ്യം ഈ സൈഡിൽ നിന്ന് ഇങ്ങോട്ടേക്ക് ഒരു ടിയർ ഡ്രോപ്പ് വരച്ചു കൊടുക്കുക. ഓപ്പോസിറ്റ് സൈഡിൽ നിന്ന് ചരിച്ച് ഇപ്പുറത്തേക്കും ഒരു ടിയർ ഡ്രോപ്സ് വരച്ചു കൊടുക്കുക. ഓക്കെ, നമ്മൾ അല്ലാതെ വരയ്ക്കുന്ന രീതിയിൽ ഇങ്ങനെ ഹാർട്ട് വരച്ചിട്ട് ഇങ്ങനെ ഡാർക്ക് ചെയ്യാൻ പാടില്ല. 2 ടിയർ ഡ്രോപ്പ് ചേർത്ത് തന്നെ വരയ്ക്കാം. ആദ്യം ഒരു ടിയർ ഡ്രോപ്പ് ഇവിടെ നിന്ന് ഇങ്ങോട്ട് വരച്ചു കൊടുക്കുക, പിന്നെ ഇപ്പുറത്ത് നിന്ന് ഇങ്ങോട്ട് വരയ്ക്കാം. എന്നിട്ട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ആണെങ്കിലും മതിയാവും, ഇല്ലാന്നുണ്ടെങ്കിൽ അതിന്റെ മുകളിൽ ജസ്റ്റ് ഇങ്ങനെ ഹാർട്ടിന്റെ ഷേപ്പ് ഒന്ന് ഇങ്ങനെ ഈ രീതിയിൽ ഒന്ന് വരച്ചു കൊടുക്കുക. ഇതിന്റെ മുകളിൽ കൂടി വരച്ചു കൊടുക്കുക. ഇതും രണ്ടും 2 രീതിയിലായിരിക്കും വരാം. ഇങ്ങനെയും വേണമെങ്കിലും വരയ്ക്കാം, ടിയർ ഡ്രോപ്സ് മാത്രമായിട്ട് വേണമെങ്കിലും വരയ്ക്കാം. അതിന് മുകളിൽ കൂടി ഒന്നും കൂടി ഈ ഹാർട്ടിന്റെ ഷേപ്പ് ഒന്ന് വരച്ചു കൊടുത്താലും മതിയാവും. ഓക്കെ, ഈ 2 രീതിയിൽ നമുക്ക് വരയ്ക്കാം. ഓക്കെ ആണല്ലോ, ഇത്ര ഓക്കെ അല്ലേ. ഇനി അടുത്തത് ഫ്രിൽസ് എന്ന് പറയും. ഫ്രിൽസ്. ഓക്കെ, ഓക്കെ ആണല്ലോ. ഫ്രിൽസ് വരയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യം നല്ല കർവായിട്ടൊരു ലൈൻ വരച്ച 0 വരയ്ക്കുന്ന പോലെ ഒരു ലൈൻ വരച്ചു കൊണ്ടുവരാം. ഇതൊരു സർക്കിൾ ഷേപ്പ് ആവുമ്പോൾ അതിന്റെ ഉള്ളിലേക്ക് വീണ്ടും വരച്ചു കൊടുക്കാം. പിന്നെ ഇങ്ങനെ മുട്ടിക്കാതെ അകത്തേക്ക് റോൾ ചെയ്ത് വരച്ചു കൊടുക്കുക. ഇങ്ങനെ അകത്തേക്ക് വരച്ചു കൊടുക്കുക. ഇതിനാണ് ഫ്രിൽസ് എന്ന് പറയാം. ഒന്നുകൂടി സർക്കിൾ പോലെ വരച്ചു വരിക. അതിന്റെ ഉള്ളിലേക്ക് ലെയർ ആയിട്ട് വരച്ചു കൊടുക്കുക. സർക്കിള് അതിന്റെ ഉള്ളിൽ ലെയർ ആയിട്ട് ഇങ്ങനെ വരച്ചു കൊടുക്കുക. ഇതിന്റെ സെന്ററിൽ വേണമെങ്കിൽ നമുക്ക് നല്ല വലിയൊരു ഡോട്ട് കൂടി ഇട്ടു. ഓക്കെ, ഇതാണ് ഡോട്ട് ഇടുമ്പോൾ നമ്മൾ നേരത്തെ ഇട്ട രീതിയിൽ തന്നെ കോണിന് പ്രഷർ കൊടുത്ത് തന്നെ ഇടാം, അല്ലാതെ വരച്ചിട്ടത് ഇങ്ങനെ ഇട്ട് കൊടുക്കാം. ഓക്കെ ആണല്ലോ, ഇതാണ് ഫ്രിൽസ്. ഇനി അടുത്ത് നമ്മൾ വരയ്ക്കാൻ പോകുന്നത് സ്പൈറൽ എന്ന് പറയേ. സ്പൈറല് നമുക്ക് ഇപ്പൊ തൽക്കാലം നമുക്കൊരു ലൈനിന്റെ മുകളിൽ വരയ്ക്കാം, അല്ലെങ്കിൽ നമ്മൾ വരയ്ക്കുമ്പോൾ ഡിസൈനിന് മുകളിലാണ് വരയ്ക്കുന്നത്. ഇപ്പൊ തൽക്കാലം നമുക്ക് ഒരു ലൈൻ ഇട്ടിട്ട് അതിന്റെ മുകളിൽ വരയ്ക്കാം. എന്നിട്ട് ഡിസൈൻസ് വരയ്ക്കുമ്പോൾ ഏതെങ്കിലും ഫ്ലവറിന് മുകളിലോ ഡിസൈനിന് മുകളിലോ ആയിട്ട് വരയ്ക്കാം. സ്പൈറൽ വരയ്ക്കാൻ നമ്മൾ ഇവിടെ നിന്ന് ഒരു കർവ് ലൈൻ കൊണ്ടുവന്ന് ഇങ്ങ് എൻഡിൽ വന്നിട്ട് ഇങ്ങ് അടുത്തേക്ക് വന്ന് ഒന്ന് അകത്തേക്ക് ഇട്ട് കൊടുക്കുക. ഒന്നുകൂടി പറയാം, ഒരു കർവ് ലൈൻ പോലെ കൊണ്ടുവന്ന് ഇങ്ങ് താഴെ വരുമ്പോൾ നമ്മൾ ഉള്ളിലേക്ക് വരച്ചു കൊടുക്കാം. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കാനുള്ളത് ഈ ഒരു ലൈൻ, നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു ലൈനും ഈ അകത്തേക്ക് ഈ ചുനുപ്പിടുന്ന സ്ഥലവും തമ്മിൽ വലിയ ഗ്യാപ്പ് ഉണ്ടാവാൻ പാടില്ല. അതായത് നമ്മൾ വരയ്ക്കുമ്പോൾ ഇങ്ങനെ വരയ്ക്കാൻ പാടില്ല, ഇത്രയും ഗ്യാപ്പ് വരാൻ പാടില്ല. മിനിമം ഗ്യാപ്പ് മാത്രമേ ഉണ്ടാവുള്ളൂ. ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് വരയ്ക്കുമ്പോൾ മാക്സിമം ഇതിന്റെ അടുത്തേക്ക് കൊണ്ടുവന്നതിന് ശേഷം ഉള്ളിലേക്ക് ലെയർ വരച്ചു കൊടുക്കുക. നമ്മൾ ഉള്ളിലേക്ക് ഒരു ചുനുപ്പിട്ട് കൊടുക്കുമ്പോൾ ആദ്യം വരയ്ക്കുന്ന ലൈനിന്റെ അടുത്തേക്ക് എത്തിട്ട് അകത്തോട്ട് കൊടുക്കുക. ഒത്തിരി ഗ്യാപ്പ് ഇട്ട് നമ്മൾ ഈ രീതിയിൽ വരച്ചു കൊടുക്കാൻ പാടില്ല. ഓക്കെ ആണല്ലോ. സ്പൈറൽ വരയ്ക്കുമ്പോൾ നമ്മൾ അകത്ത് ഈ ഫ്രില്ല് വരച്ചതുപോലെ ഒരുപാട് ലെയർ കൊണ്ടുവരണ്ട. ഒറ്റ പ്രാവശ്യം ഇങ്ങനെ ഇതിന്റെ ഉള്ളിലേക്ക് ഇങ്ങനെ ജസ്റ്റ് ആക്കി കൊടുത്താൽ മതി. നമ്മൾ രായ്ക്ക് എഴുതുന്ന പോലെ അതിനകത്തേക്ക് ഒത്തിരി പ്രാവശ്യം ഇങ്ങനെ നമ്മൾ ഇങ്ങനെ റൗണ്ട് ചെയ്ത് കൊണ്ടുവരണം. ഓക്കെ, ഓക്കെ ആണല്ലോ. ഇനി അടുത്തത് ഈ സ്പൈറൽ പോലെ തന്നെ നമ്മൾ
ഇതിനെ തിരിച്ച് ഒരു കർവ് ലൈൻ തിരിച്ച് വരച്ചിട്ട് ഇതിന്റെ ഉള്ളിലേക്ക് ഒരു ചുനുപ്പിട്ട് കൊടുക്കുക. ഇതിന്റെ എൻഡില് നന്നായിട്ടൊരു ഡോട്ട് ഇട്ട് ടിയർ ഡ്രോപ്പ് പോലെ താഴേക്കാക്കി കൊടുക്കുക. ഓക്കെ, ഒന്നുകൂടി പറയാം. ഒരു കർവ് ലൈൻ തിരിച്ച് വരയ്ക്കുക, അതിന്റെ എൻഡിൽ ഒരു ചുനുപ്പിട്ട് കൊടുക്കുക. ഇതിന്റെ സ്റ്റാർട്ടിങ്ങില്ലേ, ഈ സ്റ്റാർട്ടിങ്ങിൽ നന്നായിട്ട് പ്രഷർ കൊടുത്ത് നമ്മൾ ടിയർ ഡ്രോപ്പ് വരയ്ക്കുന്നത് പോലെ ഡോട്ട് ആവുമ്പോൾ അതിനെ താഴേക്ക് നീക്കി കൊടുക്കുക. കർവ് ലൈൻ തിരിച്ച് വരച്ച് അതിന്റെ എൻഡിൽ ഒരു ചുനുപ്പിട്ടതിന് ശേഷം ഈ ഡോട്ട് വരച്ചിട്ട് ഇങ്ങനെ താഴോട്ട് ആക്കി കൊടുക്കുക. ടിയർ ഡ്രോപ്പ് പോലെ ആക്കി കൊടുത്താൽ മതി. ഓക്കെ, ഓക്കെ ആണല്ലോ. ഇനി അടുത്തത് നമ്മൾ വരയ്ക്കാൻ പോകുന്ന പേസ്ലി എന്ന് പറയും. പേസ്ലി. ഓക്കെ, ഓക്കെ ആണല്ലോ. പേസ്ലി വരയ്ക്കാൻ നമ്മൾ ഇവിടുന്ന് ഒരു വലിയൊരു കർവ് ലൈൻ ഇങ്ങനെ വരച്ചു കൊണ്ടുവരിക. അതിന്റെ മുകളിൽ എത്തുമ്പോൾ കർവ് ലൈൻ നേരെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് ആക്കി ഇതിന്റെ ഉള്ളിലേക്ക് ഒരു ചുനുപ്പിട്ട് കൊടുക്കുക. അതിനുശേഷം ഇവിടെ നിന്ന് നന്നായിട്ട് വേറൊരു കർവ് ലൈൻ കൊണ്ടുവന്ന് ഇതിനെ ജോയിൻ ചെയ്തു. ഓക്കെ, ഒന്നുകൂടി പറയാം. ഒരു കർവ് ലൈൻ വരിക, തിരിച്ച് ഒരെണ്ണം വരച്ച് അതിന്റെ ഉള്ളിലേക്ക് ഒരു ചുനുപ്പ് പോലെ ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് ഇവിടെ നിന്ന് ഇങ്ങനെ താഴേക്ക് ഇങ്ങനെയും ജോയിൻ ചെയ്യാം, താഴെ നിന്ന് മുകളിലോട്ടും ജോയിൻ ചെയ്യാം. അതിന് രണ്ടും കൂടി ജോയിൻ ചെയ്ത് കൊടുത്താൽ മതി. ഇങ്ങനെ കൊണ്ടുവന്ന് ഇവിടെ നിന്ന് താഴെ നിന്ന് ഇങ്ങോട്ടും ജോയിൻ ചെയ്യാം, മുകളിൽ നിന്ന് താഴേക്കും ജോയിൻ ചെയ്യാം. ഏത് രീതിയിലാണെങ്കിലും നമുക്ക് പേസ്ലി വരയ്ക്കാം. ഓക്കെ ആണല്ലോ. ഇത്രയൊക്കെ അല്ലേ? ഇത്രയാണ് നമുക്ക് ബേസിക് ആയിട്ട് വേണ്ടുന്ന കാര്യങ്ങൾ. ഇനി നമുക്ക് ഫ്ലവേഴ്സിൽ പോവാം. അതിനു മുമ്പ് ഇതിന്റെ കൂട്ടത്തിൽ തന്നെ കുറച്ച് ബേസിക് ഫ്ലവേഴ്സും കൂടി നമുക്ക് എപ്പോഴും വരയ്ക്കുന്ന, എപ്പോഴും അല്ല, ഇതിന്റെ ഇടയിലൊക്കെ വരയ്ക്കാൻ പറ്റുന്ന കുറച്ച് ബേസിക് ഫ്ലവേഴ്സും കൂടി വരയ്ക്കാം. ഓക്കെ, ബേസിക് ഫ്ലവർ വരയ്ക്കാം. ഫസ്റ്റ് നമുക്ക് ആദ്യം ഒരു സ്രില്ല് വരച്ചു കൊടുക്കാം. ഒരു സ്രില്ല് വരുമ്പോൾ റൗണ്ട് വന്നിട്ട് ഉള്ളിലേക്ക് ലെയർ പോലെ വരച്ചു കൊടുക്കുന്നതാണ് സ്രില്ല്. ഓക്കെ, സ്രില്ല് വരച്ചിട്ട് അതിന്റെ എൻഡിൽ അകത്തൊരു ഡോട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് അതിന് ചുറ്റും നമ്മൾ ഹംസ് വരച്ചു കൊടുത്താൽ മതി. ഹംസ് നമുക്ക് കറക്റ്റ് ആയിട്ട് വരാൻ വേണ്ടി 4 സൈഡിലും ആദ്യം 4 ലൈൻ ഇങ്ങനെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് ആ ലൈൻ ടച്ച് ചെയ്ത് നമ്മൾ ഹംസ് വരച്ചു കൊടുക്കാം. ചുറ്റിന് ഹംസ് വരച്ചു കൊടുക്കാം. ഇതുപോലെ 4 സൈഡിനും ഹംസ് വരച്ചു കൊടുക്കാം. ഓക്കെ അല്ലേ? ഓക്കെ ആണല്ലോ. ഇത് കാണുന്നുണ്ടോ? ഓക്കെ, ഇനി ഇതിനകത്ത് തന്നെ ഇങ്ങനെ വരയ്ക്കാം, അല്ലാതെ ഇതിനകത്ത് വീണ്ടും നമുക്ക് ഇതിന്റെ ചുറ്റിനും ഡോട്ട് ഇട്ട് വേണമെങ്കിലും നമുക്ക് വരച്ചു കൊടുക്കാം. അപ്പൊ വേറൊരു ഫ്ലവറിന്റെ ഷേപ്പിൽ കിട്ടും. ഇതിന് ചുറ്റിനും നമുക്ക് ഡോട്ട് ഇട്ട് വേണമെങ്കിലും വരച്ചു കൊടുക്കാം. ഓക്കെ, ഇനി അടുത്തത് വന്നിട്ട് വീണ്ടും ഇതുപോലെ ഒരു സ്രില്ല് വരച്ചു കൊടുക്കുക. ഇതുപോലെ തന്നെ സ്രില്ല് വരച്ചു കൊടുക്കുക. 4 സൈഡിൽ 4 ലൈൻ ഇട്ടതിന് ശേഷം ചുറ്റിന് ഹംസ് വരച്ചു കൊടുക്കുക. ചുറ്റിന് ഹംസ് വരച്ചു കൊടുക്കുക. ഓക്കെ, എന്നിട്ട് നമ്മൾ കോൺ വെച്ച് നന്നായിട്ട് പ്രഷർ കൊടുക്കുക. നന്നായിട്ട് പ്രഷർ ഇങ്ങനെ കൊടുത്ത് ഈ ഒരു അളവിന് കൊണ്ടുവരാം. നമ്മൾ ഡോട്ട് വരയ്ക്കുന്നതിന്റെ കൂടെ തന്നെ കോൺ കുറച്ചും കൂടി നീട്ടിക്കൊണ്ട് വന്നാൽ മതി. അപ്പൊ നമുക്ക് ഈ ഒരു ഷേപ്പിന് കിട്ടും. നല്ല രീതിയിൽ പ്രഷർ കൊടുക്കണം. നന്നായിട്ട് പ്രഷർ കൊടുത്ത് നമ്മൾ ഇങ്ങോട്ട് കൊണ്ടുവരും. അങ്ങനെ ഇതിന്റെ ചുറ്റിന് നമ്മൾ വരച്ചു കൊടുക്കാം. ഈ രീതിയിൽ വരച്ചു കൊടുക്കാം. ഓക്കെ, ഇനി അടുത്ത ബേസിക് ഫ്ലവർ എന്ന് പറയുന്നത്, വീണ്ടും നമ്മൾ ഇതുപോലെ തന്നെ സ്രില്ല് വരച്ചു കൊടുക്കുക. ഹംസ് വേണ്ട, സ്രില്ല് മാത്രം വരച്ചു കൊടുക്കുക. സ്രില്ല് മാത്രം വരച്ചു കൊടുക്കുക. എന്നിട്ട് ഇപ്പൊ നമ്മൾ ഹംസിന് മുകളിൽ വരച്ചത് ഡയറക്റ്റ് ആ സ്രില്ലിൽ തന്നെ നല്ല പ്രഷർ കൊടുത്ത് വരച്ചാൽ മതി. 4 സൈഡിലും വരച്ചാൽ മതി. ഓക്കെ, ഇതുപോലെ വരച്ചു കൊടുത്താൽ മതി. പിന്നെ നമ്മൾ അടുത്ത ബേസിക് ഫ്ലവർ എന്ന് പറയുന്നത് നമ്മൾ ഡോട്ട് വെച്ചിട്ടാണ്. ഒരു 5 ഡോട്ട് നമ്മൾ റൗണ്ട് ഷേപ്പിന് ഇട്ട് കൊടുക്കാം. 3, 4, 5. ഇങ്ങനെ ഒരു കുഞ്ഞ് 5 ഡോട്ട് ഇട്ട് കൊടുക്കാം. ഓക്കെ, ഇനി സർക്കിൾ വരച്ച് വേണമെങ്കിലും ഡോട്ട് ഇടാം. ഓക്കെ ആണല്ലോ? ഇത്രയൊക്കെ ആണല്ലോ? ഇത്രയാണ് നമ്മൾ ബേസിക് ആയിട്ട് വേണ്ട കാര്യങ്ങൾ. ഓക്കെ അല്ലേ? ആരെങ്കിലും ഒന്ന് ചാറ്റ് പറയോ? എന്തെങ്കിലും റിപ്പീറ്റ് ചെയ്യണോ? ഓക്കെ ആണോ?
ഓക്കെ ആണോ? സ്പൈറൽ പറഞ്ഞില്ലേ? ആ, സ്പൈറൽ ഒന്നുകൂടി വരയ്ക്കണോ? ആ അതെ. ഓക്കെ, സ്പൈറൽ വരയ്ക്കുമ്പോൾ നമ്മള് ഇവിടെ കാണിക്കാവേ, ഇവിടെ കാണാമല്ലോ. ഇപ്പൊ നമ്മൾ ജസ്റ്റ് ഒരു ലൈനിന്റെ മുകളിലാണ് വരയ്ക്കുന്നത്. നമ്മൾ സാധാരണ ലീഫിലോ അല്ലെങ്കിൽ ഫ്ലവറിന്റെ മുകളിലോ ഡിസൈനിലോ ഒക്കെയാണ് വരയ്ക്കുന്നത്. ഇപ്പൊ തൽക്കാലം നമുക്കൊരു ലൈനിൽ വരയ്ക്കാം. ജസ്റ്റ് ഒരു ലൈൻ ഇട്ടതിന് ശേഷം ഈ ലൈൻ ഒരു കർവ് ലൈൻ പോലെ മുകളിലോട്ട് കൊണ്ടുപോകാം. കർവ് ലൈൻ പോലെ മുകളിലോട്ട് കൊണ്ടുവന്ന് താഴെ ഇതിന്റെ ഇവിടെ എത്തുമ്പോൾ ഈ ആദ്യം വരച്ച ലൈനിന്റെ അടുത്തേക്ക് കൊണ്ടുവരണം. അടുത്തേക്ക് കൊണ്ടുവന്നിട്ട് ഉള്ളിലേക്ക് ഒരു ചുരുപ്പിട്ട് കൊടുക്കാം. അതായത് ഇവിടെ നമ്മൾ ഈ പോയിന്റും ഈ ഒരു പോയിന്റും തമ്മിൽ വലിയ ഗ്യാപ്പ് വേണ്ട. ഒന്നുകൂടി പറയാം, ജസ്റ്റ് ഒരു ലൈൻ വരയ്ക്കാം. അതിന്റെ മുകളിൽ ഇവിടെ നിന്ന് ഇങ്ങനെ കർവ് ലൈൻ പോലെ വന്നിട്ട് ഇവിടെ നമ്മൾ ഇവിടെ ചുരുപ്പിട്ട് കൊടുക്കാതെ കുറച്ച് മുന്നോട്ട് കൊണ്ടുവന്ന് ഈ ലൈനിന്റെ അടുത്ത് എത്താറാകുമ്പോൾ ഉള്ളിലേക്ക് ഒന്ന് വരച്ചു കൊടുത്താൽ. ഓക്കെ, പക്ക ടൈപ്പ് അതുപോലാണല്ലോ. രാ പോലെ വരയ്ക്കുമ്പോൾ രാ നമ്മളിങ്ങനെ കറക്റ്റ് ഈ ഒരു രീതിയിൽ വരയ്ക്കുമ്പോൾ ഇവിടെ കുറച്ച് ഇങ്ങനെ ഒന്ന് ചരിഞ്ഞു പോകണമെന്നേ ഉള്ളൂ. ആ ഒരു വ്യത്യാസമേ ഉള്ളൂ. ഓക്കെ, ഇനി ഇത് കഴിഞ്ഞിട്ടുള്ളതോ, അത് കഴിഞ്ഞിട്ട് ഇതുപോലെ തന്നെ നേരെ ഓപ്പോസിറ്റ് സൈഡിൽ ഇങ്ങനെ നമ്മൾ തിരിച്ച് ഒരു കർവ് ലൈൻ മുകളിലേക്ക് വരച്ചു കൊടുക്കുക. ഇപ്പൊ നമ്മൾ ഇങ്ങനെയല്ലേ വരച്ച, അത് നേരെ ഓപ്പോസിറ്റ് പോലെ വരയ്ക്കുക. അതിന്റെ എൻഡിലും നമ്മൾ ഉള്ളിലേക്ക് ഒരു ചുരുപ്പിട്ട് കൊടുക്കുക. എന്നിട്ട് ആ സ്റ്റാർട്ടിങ്ങിൽ നമ്മൾ വരച്ച ലൈനിൽ നന്നായിട്ട് പ്രഷർ കൊടുത്ത് നമ്മൾ ടിയർ ഡ്രോപ്പ് പോലെ വരച്ചു കൊടുക്കുക. അതായത് നല്ലൊരു ഡോട്ട് വരച്ച് താഴേക്ക് വരച്ചു കൊടുക്കുക. താഴേക്ക് വരുമ്പോൾ നമ്മൾ പ്രഷർ കുറച്ച് കൊടുത്താൽ മതി. ഇതൊക്കെ ഏതെങ്കിലും ഡിസൈനിന്റെ അടുത്ത് ചെറിയൊരു പോർഷനിലേ വരുള്ളൂ. ഇങ്ങനെ കൊണ്ടുവന്ന് ഉള്ളിലേക്ക് ജസ്റ്റ് ഒന്ന് കർവ് പോലെ വരച്ചു കൊടുക്കുക. മുകളിൽ നിന്ന് താഴേക്ക് വരച്ചു കൊടുക്കുക. ഓക്കെ ആണല്ലോ? ഓക്കെ, അപ്പൊ ഇനി നമുക്ക് ഫ്ലവേഴ്സ് വരയ്ക്കാമല്ലോ. ഓക്കെ ആണ്? ഓക്കെ, അപ്പൊ ഇനി നമുക്ക് നെക്സ്റ്റ് ഫ്ലവേഴ്സ് വരയ്ക്കാം. ഫ്ലവേഴ്സ് മെയിൻ ആയിട്ടും രണ്ട് ടൈപ്പാണുള്ളത്. ഫ്ലവേഴ്സ് രണ്ട് ടൈപ്പാണുള്ളത്. ഒന്ന് ഇന്ത്യൻ ഫ്ലവേഴ്സും രണ്ട് ഗൾഫ് ഫ്ലവേഴ്സും. ഓക്കെ, ഫസ്റ്റ് നമുക്ക് ഇന്ത്യൻ ഫ്ലവർ കുറച്ച് വരയ്ക്കാം, എന്നിട്ട് ഗൾഫ് ഫ്ലവർ വരയ്ക്കാം. ഓക്കെ, ഇന്ത്യൻ ഫ്ലവർ ആദ്യം നമ്മൾ വരയ്ക്കുന്നത് എല്ലാവർക്കും അറിയുന്ന ഫ്ലവർ ആണ്. എങ്കിലും നമുക്ക് അതൊന്ന് വരച്ചിട്ട് ബാക്കി വരയ്ക്കാം. കാണുന്നുണ്ടല്ലോ? ഓക്കെ, ആദ്യം ഒരു സ്രില്ല് വരച്ചു കൊടുക്കുക. നമ്മൾ നേരത്തെ വരച്ച പോലെ തന്നെ ലെയർ ആയിട്ട് സ്രില്ല് വരച്ചു കൊടുക്കാം. ഓക്കെ, സ്രില്ലിന്റെ എൻഡിൽ വേണമെങ്കിൽ ഡോട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് അതിന് ചുറ്റുമായിട്ട് നമ്മൾ ഹംസ് വരച്ചു കൊടുക്കുക. അതിന് ചുറ്റുമായിട്ട് നമ്മൾ ഹംസ് വരച്ചു കൊടുക്കാം. എന്നിട്ട് നമ്മൾ എപ്പോഴും കോമൺ ആയിട്ട് നമ്മൾ എല്ലാവരും വരയ്ക്കുന്നത് പോലെ തന്നെ അതിന് ചുറ്റിന് ഷേപ്പിന് വരച്ചു കൊടുക്കാം. നമ്മൾ എപ്പോഴും വരയ്ക്കുന്ന ഫ്ലവർ ആണ്. ജസ്റ്റ് അതൊന്ന് വരച്ചൊന്ന് സ്റ്റാർട്ട് ചെയ്തേ ഉള്ളൂ. അതിന് ചുറ്റിനുമായിട്ട് നമ്മൾ എപ്പോഴും വരയ്ക്കുന്ന പോലെ ഷേപ്പിന് വരച്ചു കൊടുക്കാം. കംപ്ലീറ്റ് ആയിട്ട് വരച്ചു കൊടുക്കാം. വരച്ചു കൊടുക്കുക. ഇതിന്റെ സെന്ററിൽ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഡോട്ട് ഇട്ട് കൊടുക്കാം, ഇല്ലെങ്കിൽ ഷെയ്ഡ് ചെയ്ത് കൊടുക്കുക. അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിന് ചെയ്യാം. തൽക്കാലം നമുക്ക് ഇത്ര വരച്ച് നമുക്ക് ബാക്കിയും കൂടി വരയ്ക്കാനുള്ളതുകൊണ്ട് എടുത്തേക്കുള്ളൂ. ഓക്കെ ആണല്ലോ? ഇനി അടുത്തത് നമ്മൾ വീണ്ടും ഒരു സ്രില്ല് വരച്ചു കൊടുക്കുക. സ്രില്ലിന് ചുറ്റും നാല് സൈഡിൽ ലൈൻ ഇട്ട് കൊടുത്ത്, ലൈൻ ഇല്ലാതെ ഹംസ് വരയ്ക്കെങ്കിൽ അങ്ങനെ വരച്ചാലും കുഴപ്പമില്ല. ലൈൻ ചുറ്റും ഹംസ് വരച്ചു കൊടുക്കാം. ഓക്കെ, ഇനി നമ്മൾ ഇതിന് ചുറ്റിനുമായിട്ട് നമ്മൾ എം ഷേപ്പിൽ പെറ്റൽസ് വരച്ചു കൊടുക്കുക. ചുറ്റിനും എം ഷേപ്പിൽ പെറ്റൽസ് വരയ്ക്കുക. ഇത് നമ്മൾ ഒട്ടുമിക്ക ആൾക്കാരും വരയ്ക്കുന്നതാണ്. എം ഷേപ്പിൽ നമ്മൾ പെറ്റൽസ് വരച്ചു കൊടുക്കുക. ഓക്കെ, ഓക്കെ ആണല്ലോ? എം ഷേപ്പിൽ പെറ്റൽ എടുക്കുക. ഇതിൽ നമുക്ക് എന്താടാ കാണാൻ പറ്റുന്നില്ല അല്ലേ? കാണാം? ഓക്കെ അല്ലേ? ഇനി നമുക്ക് ഇതിൽ ഷെയ്ഡ് ചെയ്ത് കൊടുക്കാം. ഇത് നമുക്ക് ജസ്റ്റ് ഇപ്പൊ തൽക്കാലം മുകളിൽ നിന്ന് താഴേക്ക്
ഷെയ്ഡ് ചെയ്ത് കൊടുക്കുക. ജസ്റ്റ് ഇങ്ങനെ കോൺ ഒന്ന് ചരിച്ചിട്ട് കുഞ്ഞു കുഞ്ഞു നൈസ് ലൈൻസ് ഇങ്ങനെ സ്ലാൻഡിങ് ലൈൻസ് ചേർത്ത് ചേർത്ത് വരച്ചാൽ മതി. ഒത്തിരി ഗ്യാപ്പ് കൂടി പോവുകയാണെങ്കിൽ അതിന്റെ മുകളിൽ കൂടി ഒന്നും കൂടി ഷെയ്ഡ് കൊടുത്താൽ മതി. ജസ്റ്റ് ഒന്ന് കോണ് ചരിച്ച് പിടിച്ചിട്ട് മുകളിൽ നിന്ന് താഴേക്ക് കുഞ്ഞു കുഞ്ഞിതായിട്ട് പേസ്റ്റ് വരച്ചു കൊടുക്കുക. ഇങ്ങനെ നീക്കി കൊടുത്താൽ മതി. ചെറിയ ചെറിയ സ്ലാൻഡിങ് ലൈൻസ് അടുപ്പിച്ചടുപ്പിച്ച് വരച്ചാൽ മതി. പ്രഷർ ഒട്ടും കൊടുക്കേണ്ട. മുകളിൽ നമ്മൾ വരച്ച അതിനകത്ത് കുറച്ച് പേസ്റ്റ് ഉണ്ടാവും, അതൊന്ന് താഴേക്ക് നീക്കി കൊടുത്താൽ മതി. നമ്മൾ പ്രഷർ കൊടുക്കണ്ട. ഇങ്ങനെ നീക്കി നീക്കി കൊണ്ടു കൊടുത്താൽ മതി. ഓക്കെ ആണല്ലോ. ഇതുപോലെ കംപ്ലീറ്റ് വരച്ചു കൊടുക്കാം. ഇതിന്റെ സെന്ററിൽ വേണമെങ്കിൽ നമുക്ക് ഡോട്ട് ഇട്ട് കൊടുക്കാം, ഇല്ലെങ്കിലും കുഴപ്പമില്ല. ഷെയ്ഡ് മാത്രമായാലും മതി. ഷെയ്ഡ് ചെയ്യാതെ ഡോട്ട് ഇട്ടാലും കുഴപ്പമില്ല. എങ്ങനെ വേണമെങ്കിലും നമുക്ക് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ ചെയ്യേണ്ടത്, എപ്പോഴും നമ്മൾ ഷെയ്ഡ് ചെയ്താലും ഷെയ്ഡ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ ആ ഒരു സ്ഥലം ഒന്നും കൂടി മുകളിൽ കൂടി ഡാർക്ക് ആയിട്ട് വരച്ചു കൊടുക്കാം. നമ്മൾ ഷെയ്ഡ് ചെയ്ത പോർഷൻ ഒന്നും കൂടി, ആ പെറ്റൽസ് ഒന്നും കൂടി ഡാർക്ക് ആയിട്ട് മുകളിലോട്ട് വരച്ചു കൊടുക്കാം. പിന്നെ നമ്മൾ വരയ്ക്കുമ്പോൾ നല്ല പ്രഷർ കൊടുത്ത് അത്യാവശ്യം തിക്കായിട്ട് തന്നെ വരയ്ക്കാം. ഓക്കെ. അപ്പൊ ഈ ഒരു രീതിക്ക് നമുക്ക് ഇനിയും ഫ്ലവേഴ്സ് വരയ്ക്കാം. അതായത് നമ്മൾ സ്രില്ല് വരച്ച് അതിന് ചുറ്റും ഹംസ് വരച്ച് ഇങ്ങനെ പെറ്റൽസ് വരച്ച് നമുക്ക് ഇനിയും വരയ്ക്കാം. അതിന്റെ പെറ്റൽസ് മാത്രം നമുക്ക് വരയ്ക്കാം. വീണ്ടും നമ്മൾ ഇത്രയും വരച്ച് സമയം കളയണ്ട. ഇതിന് പകരം ഇപ്പൊ നമ്മൾ എം ഷേപ്പ് റാ ഒക്കെ വരച്ചതുപോലെ ഇതിന് പകരം 3 ലെയർ 3 ഇതായിട്ടും വരയ്ക്കാം. അതായത് 1 ഇതുപോലെ 3 ഇത് വെച്ച് വേണമെങ്കിലും ഫുൾ പെറ്റൽ വരയ്ക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഇവിടെ നിന്ന് ഒരു ബ്രാക്കറ്റ് പോലെ കൊടുക്കുക, മുകളിലോട്ട് ഒരു ലൈൻ കൊടുക്കുക, തിരിച്ചു കൊണ്ടുവന്ന് വീണ്ടും ഒരു ബ്രാക്കറ്റ് പോലെ ഇങ്ങനെ വരച്ചു. ഈ രീതിയിലും പെറ്റൽ വരയ്ക്കാം. ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് വീണ്ടും ഇതുപോലെ തന്നെ ഒരു റാ വരയ്ക്കാം. പിന്നെ മുകളിലോട്ട് പോയി ഇങ്ങനെ ഒന്ന് വരച്ചതിന് ശേഷം താഴെന്ന് വീണ്ടും ഇങ്ങനെ ഈ രീതിയിൽ 3 ലെയർ ഉള്ളതാണെങ്കിൽ വരയ്ക്കാം. ഇതിന് പകരം ഈ നമ്മൾ റായും ഈ എം ഷേപ്പ് പെറ്റലും വരച്ചതിന് പകരം ഇതുപോലെ സ്രില്ല് വരച്ചിട്ട് അതിന് ചുറ്റും ഹംസ് വരച്ച് നമുക്ക് ഇതിൽ ഏത് പെറ്റൽസ് വേണമെങ്കിലും നമുക്ക് വരച്ചു കൊടുക്കാം. ഓക്കെ ആണല്ലോ. അതുപോലെ തന്നെ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ചരിച്ച് ഇവിടെ നിന്ന് വീതി കൂട്ടി ഈ രീതിയിൽ നമുക്ക് പെറ്റൽ വരയ്ക്കാം. ഇതിനൊക്കെ നമുക്ക് ഷെയ്ഡ് ചെയ്ത് കൊടുത്താൽ മതിയാവും. ഓക്കെ ആണല്ലോ. ഈ സെയിം പെറ്റൽസ് മാറ്റി വരച്ചാൽ മതി. ഇനി അടുത്തത് നമുക്ക് ഇന്ത്യൻ ഫ്ലവറിൽ നമുക്ക് ലോട്ടസ് വരയ്ക്കാം. അത് നമുക്ക് 2-3 ടൈപ്പിൽ വരയ്ക്കാവേ. ഫസ്റ്റ് ടൈപ്പ് വന്നിട്ട് നമ്മൾ ആദ്യം ഒരു റെയിൻ ഡ്രോപ്പ് വരയ്ക്കാം. റെയിൻ ഡ്രോപ്പ് എന്ന് പറയുന്നത് ഒരു സ്ലാൻഡിങ് ലൈൻ ഇങ്ങനെ കൊണ്ടുവന്ന് താഴെ വന്ന് യു പോലെ വന്നിട്ട് ആ സ്ലാൻഡിങ് ലൈനിലേക്ക് തന്നെ തിരിച്ചു കൊണ്ടുപോകുന്നതാണ് നമ്മൾ റെയിൻ ഡ്രോപ്പ് എന്ന് പറയാം. കാണുന്നില്ലല്ലേ? ഓക്കെ അല്ലേ? ഇവിടെ നിന്ന് ഇങ്ങനെ സ്ലാൻഡിങ് ലൈൻ വരയ്ക്കുക, താഴെ വന്ന് യു പോലെ വളഞ്ഞിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്തെടുത്ത് വീണ്ടും ചരിച്ച് കൊണ്ടുപോകും. ഇതിനാണ് നമ്മൾ റെയിൻ ഡ്രോപ്പ് എന്ന് പറയാം. ഇങ്ങനെ ചരിഞ്ഞു കൊണ്ടുവരാം, ഈ രീതിയിൽ വരച്ചു കൊടുക്കാം. ഓക്കെ. ഇത് നമ്മൾ വരയ്ക്കുന്ന ലോട്ടസിനനുസരിച്ച് ചെറുതോ വലുതോ ഒക്കെ ആക്കി വരയ്ക്കാം. അപ്പൊ ആദ്യം നമുക്കൊരു റെയിൻ ഡ്രോപ്പ് വരച്ചു കൊടുക്കാം. ഇങ്ങനെ വളച്ച് ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാം. എന്നിട്ട് ഈ 2 പോയിന്റ് ഇതിന്റെ 2 സൈഡിലും താഴെയായിട്ട് 2 മാർക്ക് ചെയ്യുക. ജസ്റ്റ് 2 സൈഡിൽ നിന്ന് ഓരോ സ്ലാൻഡിങ് ലൈൻ വരയ്ക്കാം. എന്നിട്ട് നമ്മളിങ്ങനെ പെറ്റൽ പോലെ വരച്ച് താഴേക്ക് കൊണ്ടുവരാം. വീണ്ടും അടുത്ത പെറ്റൽ വരയ്ക്കാൻ നമ്മൾ ഇപ്പൊ വരച്ചതിന്റെ ഈ ഒരു പോർഷനിൽ 2 പോയിന്റ് മാർക്ക് ചെയ്യുക. ഇവിടെ 2 സൈഡ് സ്ലാൻഡിങ് ലൈൻ വരയ്ക്കുക. ജസ്റ്റ് ഇങ്ങനെ വരച്ച് ഇങ്ങോട്ട് കൊണ്ടുവരാം. താഴെയായിട്ട് ഒരു കുഞ്ഞു സർക്കിൾ ഇട്ട് കൊടുക്കുക. ഇനിയും പെറ്റൽസ് വേണമെങ്കിൽ നമുക്ക് വീണ്ടും വീണ്ടും എത്ര പെറ്റൽസ് വേണോ അതനുസരിച്ച് താഴേക്ക് വരച്ചു കൊടുത്താൽ മതി. ഓക്കെ ആണല്ലോ. ഇത് നമ്മൾ എപ്പോഴും വരയ്ക്കുന്ന രീതിയിലുള്ളത് തന്നെ. ഇനി നെക്സ്റ്റ് ടൈപ്പ് എന്ന് പറയുന്നത് നമ്മൾ ഇത് ചെറുതായിട്ടാണ് കൂടുതലും അത്ര വലുതായിട്ട് വരയ്ക്കത്തില്ല. ചെറുതായിട്ടൊരു റെയിൻ ഡ്രോപ്പ് വരച്ചു കൊടുക്കുക. ഓക്കെ, ചെറിയൊരു റെയിൻ ഡ്രോപ്പ് വരയ്ക്കാം. എന്നിട്ട് നമ്മൾ നല്ല പ്രഷർ കൊടുത്തോണ്ട് തന്നെ നമ്മൾ ടിയർ ഡ്രോപ്പ് ഒക്കെ വരച്ചതുപോലെ നല്ല പ്രഷർ കൊടുത്തോണ്ട് തന്നെ താഴേക്ക് കൊണ്ടുവന്ന് എന്നിട്ട് താഴെ വരുമ്പോൾ പ്രഷർ കുറച്ച് ഇങ്ങോട്ടേക്ക് ആക്കി കൊടുക്കാം. അതായത് മുകളിൽ നല്ല വീതി വേണം, താഴോട്ട് വരുമ്പോൾ വീതി കുറഞ്ഞു വേണം. അതിന്റെ തൊട്ടടുത്ത് കുറച്ച് താഴെയായിട്ട് വീണ്ടും ഇതുപോലെ തന്നെ നല്ല പ്രഷർ കൊടുത്ത് താഴേക്ക് കൊണ്ടുവരാം. ഇപ്പുറം സൈഡിൽ നിന്നും അതുപോലെ തന്നെ ചെയ്തു കൊടുക്കുക. നന്നായിട്ട് പ്രഷർ കൊടുത്ത് നമ്മൾ ടിയർ ഡ്രോപ്സ് ഒക്കെ വരയ്ക്കുന്നത് പോലെ ഇതിന്റെ താഴേക്ക് കൊണ്ടുവരാം. ഇതിന്റെ തൊട്ടടുത്തുനിന്ന് വീണ്ടും വരച്ചു കൊണ്ടുവരാം. ഇതിന്റെ താഴെ വരുമ്പോൾ നമ്മളൊരു ഡോട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതിനെ ജസ്റ്റ് ഈ ഷേപ്പിനൊന്ന് ആക്കി കൊടുക്കുക. ഇവിടെ ഒന്ന് ഈ ഒരു ഷേപ്പ് ഒന്ന് മെയിൻറ്റെയിൻ ചെയ്ത് കൊടുത്താൽ മതി. ഓക്കെ. എന്നിട്ട് നമ്മൾ ഈ ആദ്യം വരച്ച റെയിൻ ഡ്രോപ്പിനെ ഒന്ന് ഫില്ല് ചെയ്തെടുക്കുക. ഓക്കെ, ഓക്കെ ആണല്ലോ.
ഓക്കെ, ഒന്നുകൂടി വരയ്ക്കാം. ജസ്റ്റ് ആദ്യം ഒരു റെയിൻ ഡ്രോപ്പ് വരയ്ക്കാം. റെയിൻ ഡ്രോപ്പ് വരയ്ക്കാം. അതിന്റെ സൈഡിൽ നിന്ന് നല്ല പ്രഷർ കൊടുത്തുകൊണ്ട് തന്നെ താഴോട്ടേക്ക് വരയ്ക്കാം. തൊട്ടടുത്തുനിന്നും അതുപോലെ തന്നെ നല്ല പ്രഷർ കൊടുത്ത് തന്നെ താഴോട്ട് കൊണ്ടുവരാം. ഇപ്പുറം സൈഡിൽ നിന്ന് നേരെ കറക്റ്റ് ആദ്യം വരച്ച അതേ അളവിന് തന്നെ ആദ്യത്തത് വരയ്ക്കാം. തൊട്ട് താഴെന്ന് രണ്ടാമത്തത് വരച്ചു കൊടുക്കാം. അടിയിൽ ഒരു ഡോട്ട് ഇട്ട് കൊടുക്കാം. ഇതിനൊന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഈ ഒരു റെയിൻ ഡ്രോപ്പ് ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാം. ഓക്കെ ആണല്ലോ. ഇത് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഒന്നുകൂടി റെക്കോർഡഡ് ക്ലാസ് കണ്ടിട്ട് ഒന്നും കൂടി വരച്ച് പഠിക്കാം കേട്ടോ. ഓക്കെ, ഇനി അടുത്ത ലോട്ടസ് വന്നിട്ട് നമ്മൾ ആദ്യം വരച്ച പോലെ തന്നെ ഒരു റെയിൻ ഡ്രോപ്പ് വരച്ചു കൊടുക്കാം. ഒരു മിനിറ്റ്. ഓക്കെ, ആദ്യം വരച്ച പോലെ തന്നെ ഒരു റെയിൻ ഡ്രോപ്പ് വരച്ചു കൊടുക്കാം. ഒരു റെയിൻ ഡ്രോപ്പ് വരച്ചു കൊടുക്കാം. നമ്മൾ ആദ്യം വരച്ച രീതിയിൽ, ഫസ്റ്റ് ലോട്ടസ് വരച്ച രീതിയിൽ രണ്ട് സൈഡിൽ നിന്നും പെറ്റൽസ് വരച്ചു കൊടുക്കാം. രണ്ട് സൈഡിൽ നിന്നും പെറ്റൽസ് വരച്ചു കൊടുക്കാം. ഒരു പെറ്റൽ ഇങ്ങോട്ട്, വീണ്ടും അങ്ങനെ ടോട്ടൽ 4 പെറ്റൽ വരച്ചാൽ മതി. ഓക്കെ, 4 പെറ്റൽ വരയ്ക്കാം. എന്നിട്ട് നമ്മൾ ഈ രണ്ടാമത്തെ ഈ പെറ്റലിൽ നിന്ന് ഒരു കർവ് ലൈൻ മുകളിലേക്ക് വരച്ച് ഇപ്പുറത്തേക്ക് ആക്കി കൊടുക്കാം. ഓക്കെ, എന്നിട്ട് അതിന്റെ സെന്ററിലായിട്ട് കുഞ്ഞു കുഞ്ഞു സർക്കിൾസ് വരച്ചു കൊടുക്കുക. ചേർത്ത് ചേർത്ത് വരയ്ക്കണം. കുഞ്ഞു കുഞ്ഞു സർക്കിൾസ് ചേർത്ത് ചേർത്ത് വരച്ചു കൊടുക്കുക. നിറച്ച് നമ്മൾ ആ ഒരു പോർഷൻ കംപ്ലീറ്റ് ആയിട്ട് കുഞ്ഞു കുഞ്ഞു സർക്കിൾ വരച്ചു കൊടുക്കുക. ഓക്കെ, ഇനി ഇതിന്റെ താഴെ നമ്മൾ നേരത്തെ വരച്ച പെറ്റലുണ്ടല്ലോ, ഇങ്ങനെ ബ്രാക്കറ്റ് പോലെ വന്ന് താഴേക്ക് ജസ്റ്റ് വളഞ്ഞു കൊടുക്കുക. ഇപ്പുറത്തും അതുപോലെ തന്നെ ബ്രാക്കറ്റ് പോലെ വന്ന് അതിനകത്തേക്ക് ജോയിൻ ചെയ്ത് കൊടുക്കുക. ഈ രീതിയിൽ പെറ്റൽ വരയ്ക്കാം. അതിന് ചുറ്റും എന്നിട്ട് നമ്മൾ നേരത്തെ വരച്ച ആ ഒരു എം ഷേപ്പ് പെറ്റല് അതിന് ചുറ്റുമായിട്ട് വരച്ചു കൊടുക്കുക. ഓക്കെ, അതിന് ചുറ്റായിട്ട് എം ഷേപ്പ് പെറ്റൽസ് വരച്ചു കൊടുക്കുക. ഓക്കെ, ഇനി നമ്മൾ ഇതിന് ഷെയ്ഡ് ചെയ്ത് കൊടുത്താൽ മതി. ഷെയ്ഡ് ചെയ്യുമ്പോൾ ഫുള്ളായിട്ട് ഷെയ്ഡ് ചെയ്ത് കൊടുക്കാം. താഴേന്ന് മുകളറ്റം വരെയും ലൈറ്റ് ആയിട്ട് ഫുള്ളായിട്ട് ഷെയ്ഡ് ചെയ്ത്. ഓക്കെ, അതുപോലെ എല്ലാ ലീഫും എല്ലാ പെറ്റൽസും ഷെയ്ഡ് ചെയ്ത് കൊടുക്കാം. ഓക്കെ ആണല്ലോ. എല്ലാ പെറ്റൽസും ഷെയ്ഡ് ചെയ്ത് കൊടുക്കാം. ഷെയ്ഡ് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ ഷെയ്ഡ് ചെയ്ത പോർഷൻ ഒന്നും കൂടി മുകളിൽ കൂടി ഒന്നുകൂടി വരച്ചു കൊടുക്കണേ, ഡാർക്കായിട്ട്. അതുപോലെ ഈ ലോട്ടസ് ഫസ്റ്റ് വരച്ച ലോട്ടസിന്റെ ഉള്ളിലേക്കും ഷെയ്ഡ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഷെയ്ഡ് ചെയ്ത് കഴിയുമ്പോൾ കുറച്ചും കൂടി ഡാർക്കായിട്ട് മുകളിലോട്ട് ഒന്നുകൂടി വരച്ചു കൊടുക്കാം. ഒന്നും കൂടി വരച്ചു കൊടുക്കാം. ഓക്കെ ആണല്ലോ. ഓക്കെ അല്ലേ. ഇനി അടുത്ത ഫ്ലവർ പറയട്ടെ. അപ്പൊ ഓക്കെ, ഇനി അടുത്തത് വരുന്ന ഗൾഫ് ഫ്ലവേഴ്സ് ആണേ. ഓക്കെ, നമുക്ക് ഒത്തിരി ഫ്ലവേഴ്സ് ഉള്ളത് ഗൾഫ് ഫ്ലവേഴ്സിലാണ്. അപ്പൊ നമുക്ക് അത് വരയ്ക്കാം. ഗൾഫ് ഫ്ലവർ. ഓക്കെ, ടൈം ഏകദേശമായി. ഒരുപാട് വരയ്ക്കേണ്ടത്. ഓക്കെ, ഇനി ഗൾഫ് ഫ്ലവർ വരയ്ക്കാം. ഫസ്റ്റ് ആദ്യത്തെ ഫ്ലവർ വരയ്ക്കാൻ വേണ്ടി നമ്മൾ നല്ല വലിയൊരു സ്രില്ല് ഇട്ട് കൊടുക്കുക. അത്യാവശ്യം വലുതായിട്ട് തന്നെ സ്രില്ല് ഇട്ട് കൊടുക്കുക. അതിനകത്തേക്ക് ലെയർ അടുപ്പിച്ചടുപ്പിച്ചുള്ള സ്രില്ല് ഇട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ട് നമ്മൾ ആദ്യത്തെ പെറ്റൽ വരയ്ക്കാൻ വേണ്ടിയിട്ട് ഇവിടുന്ന് നമ്മൾ എപ്പോഴും റാ വരയ്ക്കുന്ന ഇങ്ങനെയല്ലേ, അതൊന്ന് ജസ്റ്റ് ചരിച്ച് വരച്ചു കൊടുക്കുക. കുറച്ചൊന്ന് ചരിച്ച് ഈ രീതിയിൽ വരച്ചു കൊടുക്കുക. അതായത് ഇവിടുന്ന് ജസ്റ്റ് ഇങ്ങനെ ചരിച്ച് ഇങ്ങോട്ടേക്ക് വരച്ചു കൊടുക്കുക. എന്നിട്ട് അടുത്ത പെറ്റൽ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഇതിന്റെ ഈ എൻഡ് എന്നല്ല, ഇതിന്റെ ഈ സെന്റർ പോർഷൻ നിന്ന് വീണ്ടും വളച്ച് കുറച്ചൊന്ന് ചരിഞ്ഞ് ഇങ്ങോട്ടേക്ക് സ്റ്റാർട്ട് ചെയ്ത് കൊടുക്കുക. അടുത്ത പെറ്റൽ വരയ്ക്കുമ്പോൾ വീണ്ടും ഇവിടെ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യണം. ഇവിടെ നിന്ന് വരയ്ക്കരുത്. ഈ ഒരു പോയിന്റ് നിന്ന് വീണ്ടും അത്യാവശ്യം
ചരിച്ച് വളച്ച് തന്നെ വരച്ചു കൊടുക്കാം. ഇവിടെയും അതുപോലെ തന്നെ വളച്ച് ഫില്ല് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഇതിന് നമുക്ക് വീണ്ടും ഒരു ലെയറും കൂടി വരയ്ക്കാം. വീണ്ടും ഇതുപോലെ വളച്ച് ഇങ്ങനെ വരച്ചു കൊടുക്കാം. അതേപോലെ ഈ സെയിം ആയിട്ട് തന്നെ വളച്ച് വളച്ച് വരയ്ക്കണം എന്നേ ഉള്ളൂ. കറക്റ്റ് റാ ഷേപ്പ് വരയ്ക്കാതെ ഈ ഓരോന്നും സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഇതിന്റെ സെന്ററിൽ നിന്ന് തുടങ്ങിയാൽ മതി. ഈ ഒരു എൻഡിൽ നിന്ന് തുടങ്ങാതെ ഈ ഒരു പോർഷനിൽ നിന്ന് തുടങ്ങി നമുക്ക് ഇതിന് വീണ്ടും എത്ര ലെയർ വേണോ അതനുസരിച്ച് വരച്ചു കൊടുക്കാം. എത്ര ലെയർ വേണമെങ്കിലും വരച്ചു കൊടുക്കാം. ഓക്കെ, അങ്ങനെ ഇനി വീണ്ടും ലെയർ വേണമെങ്കിൽ അതിന് മുകളിൽ വരച്ചു. ഈ സെയിം ഫ്ലവർ തന്നെ നമുക്ക് വേറെ രീതിയിലും വരയ്ക്കാൻ പറ്റും. അതായത് ജസ്റ്റ് ഒരു സ്രില്ല് വരച്ചു കൊടുക്കാം. 3 എണ്ണം ചേർത്ത് ഈ സെയിം പെറ്റൽസ് വെച്ച് തന്നെ 3 എണ്ണം ചേർത്ത് നമുക്ക് ഫ്ലവർ വരയ്ക്കാം. അതായത് ഇപ്പൊ നമ്മൾ വരച്ച പോലെ കർവി ആയിട്ടൊരു ലൈൻ വരച്ചു കൊടുക്കുക. കുറച്ച് ചരിച്ച് വീണ്ടും ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം, ഇങ്ങോട്ട് ചരിച്ച് വരയ്ക്കാം. അടുത്തതും ഈ ഒരു എൻഡിൽ നിന്ന് തുടങ്ങാതെ ഇതിന്റെ ഈ ഒരു ആദ്യം വരച്ച പെറ്റലിന്റെ സെന്ററിൽ നിന്ന് തുടങ്ങിയാൽ മതി. ഇങ്ങനെ വരച്ചു കൊടുക്കാം. ഇതിന്റെ തൊട്ടടുത്ത് നിന്ന് തന്നെ ഒരു ഹാഫ് സ്രില്ല് വരച്ചു കൊടുക്കുക. ഇപ്പൊ നമ്മൾ ഫുൾ ആയിട്ട് വരച്ചതിന് പകരം സ്രില്ല് ഈ സൈഡിൽ നിന്ന് വരച്ചു കൊടുക്കുക. എന്നിട്ട് അതിന് ചുറ്റും ഇങ്ങനെ ഇപ്പൊ നമ്മൾ വരച്ച ഈ സെയിം ഫ്ലവേഴ്സ്, സെയിം പെറ്റൽസ് തന്നെ വരച്ചു കൊടുക്കാം. ഈ പെറ്റൽ ഇങ്ങനെ 3 എണ്ണമായിട്ടായിരിക്കും മിക്കപ്പോഴും കാണാം. അതുകൊണ്ടാണ് ഇതും കൂടി 3 എണ്ണം കൂടി ആയിട്ട് വരയ്ക്കാം. താഴെയും അതുപോലെ ഒരു സ്രില്ല് വരച്ചു കൊടുക്കാം. ഇതുപോലെ വളച്ച് തന്നെ വരച്ചു കൊടുക്കുക. കറക്റ്റ് റാ പോലെ വരയ്ക്കാതെ ആ റാ ഒന്ന് ചരിച്ച് വരച്ചു കൊടുക്കുന്നതേ ഉള്ളൂ. ഓക്കെ, ഇതിന്റെ കൂടെ നമുക്കൊരു 3 ലീഫും കൂടി വരയ്ക്കണം. ഓക്കെ, ഇതിന്റെ 3 ലീഫും കൂടി വരയ്ക്കാം. അപ്പൊ ആദ്യം ഇവിടെ നിന്ന് ഒരു കർവ് ലൈൻ പോലെ വരച്ച് താഴെന്ന് വീണ്ടും ഒരു കർവ് ലൈൻ വരച്ച് ഒരു ലീഫ് ജോയിൻ ചെയ്യും. ഇപ്പുറത്തേക്കും അതുപോലെ തന്നെ വരയ്ക്കാം. ഒരു കർവ് ലൈൻ, ഇപ്പുറം സൈഡിൽ നിന്ന് ഒരു കർവ് ലൈൻ, ഇതുപോലൊരു 3 ലീഫ് വരച്ചു കൊടുക്കുക. അതേപോലെ തന്നെ താഴെയും 3 ലീഫ് വരച്ചു കൊടുക്കുക. ഒരു കർവ് ഇങ്ങോട്ട് ഓപ്പോസിറ്റ്. നമ്മൾ എപ്പോഴും വരയ്ക്കുന്നതിന്റെ ഇടയിൽ ടിപ്പ് ടിഷ്യൂ പേപ്പറോ അല്ലെങ്കിൽ വേസ്റ്റ് ക്ലോത്തോ വെച്ച് ഇതിന്റെ ഈ കോണിന്റെ ടിപ്പ് എപ്പോഴും ക്ലീൻ ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇനി ഈ ലീഫ് വരച്ചിട്ട് അതിന്റെ സെന്ററിൽ നന്നായിട്ടൊരു ഡോട്ട് ഇട്ടിട്ട് താഴേക്ക് ഒരു ലൈൻ വരച്ചു കൊടുക്കുക. എല്ലാ ലീഫിന്റെ സെന്ററിലും നന്നായിട്ട് ഒരു ഡോട്ട് ഇട്ടിട്ട് താഴേക്ക് വരച്ചു കൊടുക്കുക. ഓക്കെ, എന്നിട്ട് ഇതിന്റെ ഔട്ടർ മാത്രമായിട്ട് എപ്പോഴും ഇങ്ങനെ വരയ്ക്കുമ്പോൾ ഇതിന്റെ ഔട്ടർ മാത്രമായിട്ട് ഒന്ന് ഡാർക്ക് ചെയ്ത് കൊടുക്കുക. ലീഫിന്റെയും ഈ ഒരു ഫ്ലവറിന്റെയും ഔട്ടർ മാത്രം ആ ഒരു ഷേപ്പ് ഡാർക്ക് ചെയ്ത് കൊടുക്കുക. ഡാർക്ക് ചെയ്യാൻ ഒന്ന് കട്ടിക്ക് അതിന്റെ മുകളിൽ കൂടി വരച്ചു കൊടുത്താൽ മതി. എല്ലാതിന്റെ ഔട്ടർ മാത്രം ജസ്റ്റ് ഒന്ന് ഡാർക്ക് ചെയ്ത്. ഓക്കെ ആണല്ലോ. ഈ ലീഫ് നമുക്ക് ഇങ്ങനെയും വരയ്ക്കാം, അതല്ലാതെയും നമുക്ക് വരയ്ക്കാം. അതല്ലാതെ വരയ്ക്കണമെങ്കിൽ ജസ്റ്റ് ഒരു ലൈൻ വരയ്ക്കുക, ഇങ്ങോട്ടേക്ക് ചരിച്ച് വരച്ചു കൊടുക്കുക, താഴെ നിന്ന് അതേപോലെ വന്ന് വീണ്ടും ഈ ലൈനിൽ കൊണ്ട് മുട്ടിക്കാം. ഇങ്ങനെയും ഈ ലീഫിന് പകരം വേണമെങ്കിൽ വരയ്ക്കാം. ഒന്നുകിൽ 2 കർവ് ലൈൻ ചേർത്ത് വരയ്ക്കാം, ഇങ്ങനൊരു കർവ് ലൈൻ ചേർത്ത് വരയ്ക്കാം. അല്ലെങ്കിൽ ഒരു സ്ലാൻഡിങ് ലൈൻ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് വളച്ചിട്ട് ആ ഒരു ലൈനിലേക്ക് തന്നെ വീണ്ടും കൊണ്ടുവരുന്ന രീതിയിലും വരച്ചു കൊടുക്കാം. ഓക്കെ, ഈ 2 രീതിയിലും ഈ ലീഫ് വരയ്ക്കാം. ഓക്കെ ആണല്ലോ. ഇനി അടുത്ത ഫ്ലവറിലോട്ട് പോട്ടെ. ഓക്കെ, ഇനി നമുക്ക് ഒരുപാട് ഫ്ലവർ വരയ്ക്കാനുണ്ട്, ടൈം പോകുന്നു, അതുകൊണ്ടാണ്. ഇനി അടുത്ത ഫ്ലവർ വരയ്ക്കാം. അടുത്ത ഫ്ലവർ വരയ്ക്കാൻ വേണ്ടിയിട്ട് കാണുന്നുണ്ടല്ലോ, നമ്മൾ നേരത്തെ റെയിൻ ഡ്രോപ്പ് വരച്ചില്ലേ, ഇവിടെ നിന്ന് ഇങ്ങനെ വരച്ചില്ലേ, അത് നേരെ തിരിച്ചു വരച്ചു കൊടുക്കുക. അതായത് താഴ്ന്ന് മുകളിലേക്ക് ഈ രീതിയിൽ വരച്ചു കൊടുക്കാം. ഓക്കെ, റെയിൻ ഡ്രോപ്പ് തിരിച്ചു വരച്ചു കൊടുക്കാം. എന്നിട്ട് അടുത്ത ലെയർ ഇതിന്റെ അകത്തുകൂടി തന്നെ ഈ സെയിം സാധനത്തിന്റെ അകത്തുകൂടി ഇങ്ങനെ കൊണ്ടുവന്ന് ഇതേപോലെ തന്നെ ഒന്നും കൂടി ഇതേ അളവിന് വരച്ചു കൊടുക്കാം. ഓക്കെ, ഇനി ഇതിന്റെ മുകളിൽ നിന്ന് ഈ ഒരു പോർഷനിൽ നിന്ന് വേണം സ്റ്റാർട്ട് ചെയ്യാൻ. ഇതിന്റെ ഇങ്ങനെ പോകരുത്, ഇതിന്റെ മുകളിൽ നിന്ന് തന്നെ കൊടുത്തു തുടങ്ങണം. മുകളിൽ നിന്ന് ഇതുപോലെ വളച്ച് ഇതിന്റെ താഴേക്ക് കൊണ്ടുവരണം. ഇപ്പുറം സൈഡിലും അതുപോലെ തന്നെ കൊണ്ടുവരണം. വീണ്ടും ഒരു ലെയറും കൂടി, എത്ര ലെയർ വേണോ അതുപോലെ നമ്മൾ കൊണ്ടുവരാം. ഇതിന്റെ എൻഡെല്ലാം താഴെ ഒരുമിച്ച് ജോയിൻ ചെയ്ത് കൊടുക്കണം. ഓക്കെ, ഇത്രയാവുമ്പോ നമ്മൾ ഇതിന്റെ മുകളിൽ നിന്ന് ഇങ്ങോട്ടേക്ക് ഒരു കർവ് ലൈൻ കൊടുത്ത് ഇതിനെ രണ്ടിനെയും കൂടി ജോയിൻ ചെയ്യാം. അത് കഴിഞ്ഞ് ഇവിടെ നിന്ന് വീണ്ടും തിരിച്ച് അങ്ങോട്ടേക്ക് ഒരു കർവ് ലൈൻ, അതായത് ഈ രീതിയിൽ ഇരിക്കുന്ന രീതിയിൽ വരച്ചു കൊടുക്കാം.
എന്നിട്ട് ഈ സെന്റർ പോർഷൻ, ആദ്യത്തെ ഈ ഒരു സെന്റർ പോർഷൻ മാത്രം ഒന്ന് ഡാർക്ക് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഇനി ഇതിന് ചുറ്റും നമുക്ക് പെറ്റൽസ് വരച്ചു കൊടുക്കാം. നമുക്കിപ്പോ തൽക്കാലം ഈ ഒരു പെറ്റൽ വരച്ചു കൊടുക്കാം. നേരത്തെ നമ്മൾ വരച്ച പോലെ ബ്രാക്കറ്റ് വന്ന് ഇങ്ങനെ വരുന്ന രീതിയിലുള്ള പെറ്റല് ചുറ്റിനും വരച്ചു കൊടുക്കാം. ഓക്കെ, ഇതുപോലെ കംപ്ലീറ്റ് വരച്ചു കൊടുക്കാം. ഓക്കെ, ഇത് നമുക്ക് ഷെയ്ഡ് ചെയ്ത് കൊടുക്കാം. ഇത് നമുക്ക് ആദ്യം താഴെ മാത്രം കുറച്ച് ഷെയ്ഡ് ചെയ്ത് കൊടുക്കാം, എന്നിട്ട് മുകളിലെ ഒരു പോർഷനും ഷെയ്ഡ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ താഴെയും മുകളിലും മാത്രമായിട്ട് ഷെയ്ഡ് ചെയ്ത് കൊടുക്കാം. ഫുള്ളായിട്ട് ഷെയ്ഡ് ചെയ്യേണ്ട. ഫുള്ളായിട്ട് ഷെയ്ഡ് ചെയ്താലും കുഴപ്പമൊന്നുമില്ല, നമ്മുടെ ഇഷ്ടത്തിന് ചെയ്ത് കൊടുക്കാം. ഒന്നുകിൽ താഴെ മുകളിൽ ആ രീതിയിൽ ചെയ്ത് കൊടുക്കാം. കംപ്ലീറ്റ് ആയിട്ട് ഷെയ്ഡ് ചെയ്ത് കൊടുക്കാം. ഫുള്ളായിട്ട് ഷെയ്ഡ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, മുകളിൽ നിന്ന് താഴേക്ക് വരച്ചു കൊടുക്കാം. ഓക്കെ, എന്നിട്ട് നമ്മൾ ഷെയ്ഡ് ചെയ്ത പോർഷൻ ഒന്ന് എപ്പോഴും ഡാർക്ക് ചെയ്ത് കൊടുക്കാം. എപ്പോൾ നമ്മൾ വരച്ചാലും മുകൾ ഷെയ്ഡ് ചെയ്ത ഭാഗം ഒന്നുകൂടി മുകളിലോട്ട് വരച്ചു കൊടുക്കാം. ഓക്കെ ആണല്ലോ. ഇനി ഇത് വെച്ചിട്ട് നമ്മുടെ ഇത്ര വെച്ചിട്ട് തന്നെ നമുക്ക് വീണ്ടും വേറെയും ഫ്ലവർ വരയ്ക്കാം. അപ്പൊ അത് മാത്രം ഒന്ന് വരയ്ക്കാം. പെറ്റൽസ് മാറ്റി വരച്ചു കൊടുത്താൽ മതി. വീണ്ടും ഇതുപോലെ തന്നെ നമ്മൾ ആദ്യം വരച്ച അതേ പ്രോസസ്സ് വീണ്ടും റിപ്പീറ്റ് ചെയ്യാം. ഇങ്ങനെ വരയ്ക്കാം. ഇതിന്റെ അകത്തുകൂടി റെയിൻ ഡ്രോപ്പ് തിരിച്ചു വരയ്ക്കാം. ഇതിന്റെ അകത്തുകൂടി വീണ്ടും വരയ്ക്കാം. മുകളിൽ നിന്ന് ഇങ്ങോട്ട്, ഇപ്പുറം സൈഡിൽ നിന്ന് ഇങ്ങോട്ട്. ഇതിനെ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് കർവ് കൊടുത്ത് വേണമെങ്കിലും വരയ്ക്കാം. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഇവിടെ നിന്ന് ജസ്റ്റ് വിസിബിൾ അത്ര വിസിബിൾ ആവാതെ ഒരു ലൈൻ വരച്ചതിന് ശേഷം ഇതിനകത്ത് കുഞ്ഞു കുഞ്ഞു സീറോ വരച്ചു, കുഞ്ഞു കുഞ്ഞു സർക്കിൾ വരച്ചു കൊടുക്കാം. സർക്കിൾ വരച്ചു കൊടുക്കുക. എന്നിട്ട് അതിന്റെ മുകളിൽ ഇങ്ങനെ തട്ടിച്ച് ഒറ്റ ലെയറിൽ എം ഷേപ്പ് പെറ്റൽസ് വരച്ചു കൊടുക്കാം. ജസ്റ്റ് ഇങ്ങനെ തട്ടിച്ച് നാളെ നമുക്ക് ഡിസൈൻ വരയ്ക്കുമ്പോൾ ഈ ഫ്ലവേഴ്സ് ഒക്കെ ആഡ് ചെയ്ത് വരയ്ക്കാൻ പറ്റും. അങ്ങനെ ജസ്റ്റ് ഒറ്റ ലെയർ ഒരുപാട് ഗ്യാപ്പ് ഇല്ലാതെ അടുപ്പിച്ച് വരച്ചു കൊടുക്കാം. ഓക്കെ, അവസാനം അങ്ങനെയല്ല മോളെ, ഇവിടെ നിന്ന് ഇങ്ങനെ വരച്ചിട്ട് ഉള്ളിൽ നിന്ന് വരയ്ക്കുമ്പോഴേ ഇതിന്റെ മുകളിൽ നിന്ന് തുടങ്ങണം. ഇവിടെ നിന്നല്ല അടുത്ത് തുടങ്ങേണ്ടത്. ഇതിന്റെ ഈ പോയിന്റിലെ മുകളിൽ നിന്ന് വരച്ച് ഇങ്ങനെ കൊടുക്കാം. ഇങ്ങനെ വരച്ച് ഇങ്ങനെ ഒരേ ലെവലിൽ പോരുത്. ആദ്യത്തത് മാത്രമേ ഒരേ ലെവലിൽ വരയ്ക്കാവൂ. അടുത്തത് മുതൽ തൊട്ട് മുകളിൽ നിന്ന് ഇങ്ങനെ വരച്ച് വേണം പോകാൻ. ഓക്കെ, അപ്പൊ ആ രീതിയിൽ വരച്ചെടുക്കുക. ഇതിനകത്ത് സർക്കിൾ വരച്ച് ഒറ്റ ലെയറിൽ ഇങ്ങനെ വരച്ചതിന് ശേഷം ഇതിന് പുറമേ നമുക്ക് വലിയ പെറ്റൽസ് വേണമെങ്കിലും വരച്ച് അങ്ങനെയും വരയ്ക്കാം. ഞാൻ ജസ്റ്റ് ഇത് പുറത്ത് വരച്ചതുകൊണ്ട് ഇതിന്റെ ഉള്ളിൽ ഒന്നും കൂടി വരയ്ക്കുന്നത് കാണിച്ചു തന്നതാണ്. ഇങ്ങനെയും വരയ്ക്കാം. അതല്ലെങ്കിൽ ഈ ഒരു പോർഷൻ കംപ്ലീറ്റ് ഡാർക്ക് ചെയ്ത് വേണമെങ്കിലും വരയ്ക്കാം. ഈ രീതിയിൽ തന്നെ 2-3 ഫ്ലവർ വരയ്ക്കാൻ പറ്റും. ഓക്കെ അല്ലേ? ഓക്കെ ആണല്ലോ. ഇനി അടുത്ത ഫ്ലവർ വരയ്ക്കട്ടെ. അടുത്ത ഫ്ലവർ വരയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ജസ്റ്റ് ഒരു കർവ് ലൈൻ വരച്ചു കൊടുക്കുക. ഇങ്ങനെ ചെറിയൊരു കർവ് ലൈൻ വരച്ചു കൊടുക്കുക. ഓക്കെ ആണല്ലോ. കർവ് ലൈൻ വരയ്ക്കാം. ഇവിടെ നിന്ന് ബ്രാക്കറ്റ് പോലെ താഴേക്ക് വന്ന് ജസ്റ്റ് താഴോട്ട് പോവാം. ഇപ്പുറം സൈഡും അതുപോലെ ബ്രാക്കറ്റ് പോലെ വന്ന് താഴെ എൻഡ് മാത്രം ഇങ്ങനെ ഒന്ന് കുറിപ്പിച്ചു കൊടുക്കാം. എന്നിട്ട് ഇതിന്റെ സെന്ററിൽ നമ്മൾ ലൈൻസ് വരച്ചു കൊടുക്കുക. ഇങ്ങനെ ഒരു ലൈൻ വലുത്, ഒരു ലൈൻ ചെറുത്, ആ രീതിയിൽ ലൈൻസ് വരച്ചു കൊടുക്കാം. ഞാൻ കണ്ടില്ല കേട്ടോ. കാണുന്നില്ലടാ? ഇപ്പൊ കാണോ? ഓക്കെ, ഒന്നുകൂടി പറയാം. ആദ്യം ഒരു ചെറിയൊരു കർവ് ലൈൻ വരച്ചു കൊടുക്കുക. എന്നിട്ട് അതിന്ന് ഇങ്ങനെ ബ്രാക്കറ്റ് പോലെ വന്ന് നമ്മൾ ആദ്യം വരച്ച പെറ്റൽ എൻഡ് എത്തുമ്പോൾ ഇങ്ങനെ ഒന്ന് താഴേക്ക് ഒന്ന് വരച്ചു കൊടുത്താൽ മതി. ഇതുപോലെ വന്ന് എൻഡ് ഒന്ന് കൂർപ്പിച്ച് വരച്ചാൽ മതി. എന്നിട്ട് നമ്മൾ ഇവിടെ ലൈൻസ് ഇട്ട് കൊടുക്കുക. ഒരു ലൈൻ, ചെറിയൊരു ലൈൻ, വീണ്ടും വലിയൊരു ലൈൻ, ചെറിയ ലൈൻ, വലുത്, ചെറുത്, ഇങ്ങനെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതിന്റെയൊക്കെ എൻഡിൽ ഒരു കുഞ്ഞു ഡോട്ടും കൂടി ഇട്ട് കൊടുക്കുക. ചെറിയൊരു ഡോട്ട് മതി. ഓക്കെ, ഇനി നമ്മള് ഇവിടെ നിന്ന് വരാം. നമ്മൾ ആദ്യം തുടങ്ങിയ ഈ ഒരു പോയിന്റിൽ നിന്ന് താഴേക്ക്, അതിന്റെ മുകളിൽ കൂടി തന്നെ താഴേക്ക് വരച്ചു കൊണ്ടുവന്ന് ഇവിടെ എത്തുമ്പോൾ ജസ്റ്റ് ഒന്ന് വളഞ്ഞ് ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാം. ഇവിടെ എത്തുമ്പോൾ നന്നായിട്ട് വളഞ്ഞ് ഇങ്ങനെ താഴേക്ക് ലൈൻ കൊണ്ടുവരണം കേട്ടോ. വീണ്ടും അടുത്തത് നമ്മൾ സ്റ്റാർട്ട് ചെയ്യേണ്ടത്, അടുത്ത പെറ്റൽ സ്റ്റാർട്ട് ചെയ്യേണ്ടത് ഇതിന്റെ ഈ ഒരു പോർഷൻ ആണ്. ഇങ്ങനെ താഴെ എന്നല്ല, ഈ ഒരു പോർഷൻ ഒന്ന് വീണ്ടും ഇതുപോലെ വളഞ്ഞ് ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാം.
ഇതുപോലെ ഇപ്പുറം സൈഡും വരയ്ക്കുക. ഈ ലൈൻ താഴോട്ട് കൊണ്ടുവന്ന് വരച്ച് ഇവിടെ നിന്ന് വളച്ച് ഇങ്ങോട്ടേക്ക് കൊണ്ടുപോകാം. വീണ്ടും ഇവിടെ നിന്ന് വരയ്ക്കാം, ഇവിടെ നിന്ന് ഇങ്ങോട്ട് വരയ്ക്കാം. അതുപോലെ ഇനി അടുത്ത ലെയറും വരച്ചു കൊടുക്കാം. ലാസ്റ്റ് ഇതിനെ രണ്ടും കൂടെ ജോയിൻ ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഈ ഫ്ലവറിന് നമ്മൾ ഷെയ്ഡ് ചെയ്യുമ്പോൾ നമ്മൾ ഈ ഫ്ലവറിന്റെ സെയിം ഷേപ്പിന്, അതായത് ഈ പെറ്റൽസിന്റെ സെയിം ഷേപ്പിന് തന്നെ ഷെയ്ഡ് ചെയ്ത് കൊടുക്കുക. അതായത് വലിയ വലിയ ലൈൻസ് വളച്ച് വരച്ചു കൊടുക്കാം. ഈ പെറ്റൽസ് എല്ലാം വളഞ്ഞതായതുകൊണ്ട് നമ്മൾ അതേപോലെ തന്നെ വളച്ച് വളച്ച് വരച്ചു കൊടുക്കാം. താഴെ അതുപോലെ തന്നെ വളച്ച് വരച്ചു കൊടുക്കുക. ഓക്കെ, വളച്ച് വളച്ച് ലൈൻ വരച്ചു കൊടുക്കുക. ഈ സെയിം പെറ്റലിന്റെ അതേ ഷേപ്പിന് തന്നെ വരച്ചു കൊടുക്കുക. ഓക്കെ, താഴത്തെ ലൈൻ, താഴത്തെ പെറ്റൽ അതേ ഷേപ്പിന് വീണ്ടും ഇവിടെയും ഷെയ്ഡ് ചെയ്തു. ഇത് ഈ പെറ്റൽസ് ഷെയ്ഡ് ചെയ്യുമ്പോൾ ഇങ്ങനെ എൻഡ് വരെയും കൊണ്ടുവരണം. ഈ എല്ലാ പെറ്റലും ഫുള്ള് കവർ ചെയ്യുന്ന രീതിയിൽ ഷെയ്ഡ് ചെയ്യണം. മുകളിൽ മാത്രമല്ല, നമ്മളിപ്പോ ഇങ്ങനെ ഒരു പെറ്റൽ വരയ്ക്കുമ്പോൾ ഇങ്ങനെ എൻഡ് വരെയും രീതിയിൽ തന്നെ കൊണ്ടുവരണം. ഫുള്ളായിട്ട് ഷെയ്ഡ് ചെയ്ത് കൊടുക്കാം. ഷെയ്ഡ് ചെയ്തതിന് ശേഷം നമ്മൾ ഇതിനെ ഒന്നും കൂടി ഡാർക്ക് ചെയ്ത് വരച്ചു കൊടുക്കുക. എപ്പോൾ ഷെയ്ഡ് ചെയ്ത് കഴിഞ്ഞാലും അത് കഴിയുമ്പോൾ നമ്മൾ നന്നായിട്ട് ഡാർക്ക് ചെയ്ത് വരച്ചു കൊടുക്കണം. അതുപോലെ തന്നെ എല്ലാ തവണ ഷെയ്ഡ് ചെയ്ത് കഴിയുമ്പോഴും നമ്മൾ ടിപ്പ് ക്ലീൻ ചെയ്ത് കൊടുക്കാനും മറന്നു പോകരുത്. വേസ്റ്റ് പേപ്പറിലോ ടിഷ്യൂലോ എന്തെങ്കിലും ടിപ്പ് ക്ലീൻ ചെയ്ത് കൊടുക്കാം. അല്ലെങ്കിൽ നമ്മൾ ആ ഷെയ്ഡ് ചെയ്തതിൻ്റെതൊക്കെ ഇതിന്റെ ടിപ്പിലുണ്ടാവും. ഓക്കെ, നന്നായിട്ട് ഇത് ഫുള്ളായിട്ട് ഷെയ്ഡ് ചെയ്യണം കേട്ടോ ഈ പെറ്റൽ. ഓക്കെ ആണല്ലോ. ഇനി അടുത്തത് വരയ്ക്കാലോ. അടുത്ത ഫ്ലവർ വരയ്ക്കാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് ചെയ്യേണ്ടത്, ഇതൊന്ന് ശ്രദ്ധിച്ച് വരയ്ക്കണേ. ആദ്യം ഒരു കുഞ്ഞ് ലൈൻ വരയ്ക്കുക. ഒന്ന് താഴേക്ക് ഒന്ന് കുഴി പോലെ വരച്ച് ഇങ്ങനെ വരച്ചു കൊടുക്കുക. ഒന്നും കൂടി ഒരു ലൈൻ താഴേക്കൊന്ന് കുഴി പോലെ വരച്ചിട്ട് മുകളിലേക്ക് ഒരു ലൈൻ. ഒരു ലൈൻ മുകളിൽ താഴേക്കൊരു കുഴി പോലെ വന്ന് മുകളിലോട്ടല്ലേ. വീണ്ടും ലൈൻ ജസ്റ്റ് ഒരു കുഴി പോലെ വന്ന് മുകളിലോട്ടല്ലേ. ഇത്രയും വരച്ചു കൊടുക്കുക. എന്നിട്ട് നമ്മുടെ ഈ ആദ്യത്തെ ലൈനില്ലേ, ഇതിനെ നമ്മളിങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്ത് കൊണ്ടുവന്ന് നല്ല റൗണ്ട് ഷേപ്പിന് താഴേക്ക് ഇങ്ങനെ ചുരുക്കി ചുരുക്കി വരച്ച് നല്ല റൗണ്ട് ആയിട്ട് തന്നെ മുകളിലോട്ട് വരച്ചു കൊടുക്കുക. അത്യാവശ്യം ഈ പെറ്റൽ ഒരു റൗണ്ട് ഷേപ്പിന് തന്നെ ഇരിക്കണം. ഓക്കെ, അതേപോലെ തന്നെ ഇതിന്റെ തൊട്ടടുത്തുനിന്നും ഒരു പെറ്റലും കൂടി ഇതേപോലെ നന്നായിട്ട് റൗണ്ടിന് വരച്ചു കൊടുക്കുക. മൂന്നാമത്തെ പെറ്റൽ നമ്മൾ ഈ ലൈനില്ലേ, ഇതിന്റെ കുറച്ച് മുകളിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുക. ഇവിടെ നിന്ന് ഇങ്ങനെ വരച്ചു കൊടുക്കുക. ഇതിലേക്ക് ജോയിൻ ചെയ്ത് കൊടുക്കുക. ഇത്രയും ആവുമ്പോൾ നമ്മൾ ഈ സെന്ററിന്ന് ഒരു ലൈൻ ഇങ്ങനെ മുകളിലോട്ട് കൊണ്ടുവന്ന് ഇങ്ങോട്ട് വളച്ച് വരച്ചു കൊടുക്കുക. അതിന്റെ തൊട്ടടുത്തുനിന്ന് ഒരു ലൈനും കൂടി അതേപോലെ ചെറിയൊരു ഗ്യാപ്പ്, നമ്മൾ ആദ്യം തിൻ ലൈൻ ഇട്ട് വരച്ച അതേ ഗ്യാപ്പിൽ ഒന്നും കൂടി വരച്ചു കൊടുക്കുക. എൻഡ് വരുമ്പോൾ രണ്ടും കൂടി കൂട്ടിമുട്ടിച്ചു കൊടുക്കുക. ഈ എൻഡിൽ രണ്ടും കൂടി കൂട്ടിമുട്ടണം. എന്നിട്ട് രണ്ട് സൈഡിലും 2 ഡോട്ട് ഇട്ട് കൊടുക്കുക. രണ്ടിന്റെയും രണ്ട് സൈഡിലും 2 ഡോട്ട് ഇട്ട് കൊടുക്കുക. അങ്ങനെ നമുക്കൊരു 6 8 ഡോട്ട് ഇടാം. സെന്ററിന്ന് ഒരു 3 ഡോട്ട് ഇങ്ങനെ നീളത്തിന് ഇട്ട് കൊടുക്കുക. സെന്ററിൽ വരുമ്പോൾ ഡോട്ട് സിംഗിൾ ആയിട്ട് ഇട്ടാൽ മതി. അതുവരെ അപ്പുറം ഇപ്പുറം ഓരോ ഡോട്ട് വെച്ച് ഇടാം. ഇങ്ങനെ വരച്ചതിന് ശേഷം നമ്മൾ ഇതിന്റെ ഈ ഒരു പെറ്റലിന്റെ ഈ ഒരു പോർഷന് താഴെന്നല്ല, ഇതിന്റെ ഈ ഒരു പോർഷനിന്ന് വീണ്ടും റൗണ്ട് ആയിട്ട് തന്നെ ഒരു പെറ്റൽ വരച്ചു കൊടുക്കുക. ഇങ്ങനെ വളച്ചു കൊണ്ടുവരാം. അടുത്തത് വരയ്ക്കുമ്പോൾ ഇവിടെ കൊണ്ടുവന്ന് ഈ വരച്ച ലൈനിന്റെ അവിടെ എത്തുമ്പോൾ സ്റ്റോപ്പ് ചെയ്തിട്ട് ഇതിനെ കംപ്ലീറ്റ് ചെയ്തു. ഓക്കെ, ഇനി ഇതിൽ ഷെയ്ഡ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക. നമ്മൾ ആദ്യം വരച്ച ലൈനില്ലേ, ഇങ്ങനെ നമ്മൾ കുഴി പോലെ വരച്ചില്ലേ, ആ ലൈനിന്റെ തൊട്ടടുത്ത് തന്നെ താഴേക്കും ആ ലൈനിന്റെ ആ ഒരു സ്ഥലത്ത് തന്നെ മുകളിലേക്കും ഷെയ്ഡ് ചെയ്ത് കൊടുക്കാം. ഈ ഒരു പോയിന്റിൽ, ഈ സെന്ററിൽ മാത്രമായിട്ടൊന്ന് ഷെയ്ഡ് ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ ഷെയ്ഡ് ചെയ്തതിന് ശേഷം നമ്മൾ ആദ്യം വരച്ച ആ ലൈൻ ഇങ്ങനെ കർവ് ലൈൻ പോലെ ഒന്ന് ഡാർക്ക് ആയിട്ട് വരച്ചു കൊടുക്കാം. ഇനി ഇതിനും നമ്മൾ ബാക്കി നേരത്തെ ചെയ്തതുപോലെ തന്നെ ഈ സെയിം ഷേപ്പിന് തന്നെ, ഈ പെറ്റൽസിന്റെ സെയിം ഷേപ്പിന് തന്നെ നമ്മൾ ഷെയ്ഡ് ചെയ്ത് കൊടുക്കുക. പെറ്റൽസിന്റെ സെയിം ഷേപ്പിന് തന്നെ നമ്മൾ ഷെയ്ഡ് ചെയ്ത് കൊടുക്കുക. പെറ്റൽസിന്റെ സെയിം ഷേപ്പിന് തന്നെ നമ്മൾ ഷെയ്ഡ് ചെയ്ത് കൊടുക്കുക. പെറ്റൽസ് വളവുണ്ടെങ്കിൽ ഷെയ്ഡ് ചെയ്യുമ്പോഴും അതുപോലെ തന്നെ വളച്ച് തന്നെ ഷെയ്ഡ് ചെയ്ത് കൊടുക്കുക. കറക്റ്റ് ലൈറ്റ് ആയിട്ട് ഷെയ്ഡ് ചെയ്യുമ്പോൾ ഈ ഫ്ലവർ കംപ്ലീറ്റ് ആയിട്ട് ഷെയ്ഡ് ചെയ്യണം.
ആദ്യം നമ്മൾ താഴെ മാത്രം ഷെയ്ഡ് ചെയ്തിട്ടുണ്ട്. പിന്നീട് നമ്മൾ ചെയ്യുമ്പോൾ പെറ്റൽസ് കംപ്ലീറ്റ് ഷെയ്ഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഈ സെയിം പെറ്റൽസിനെ നമ്മൾ ഡാർക്ക് ചെയ്ത് കൊടുക്കുക. എപ്പോൾ ഷെയ്ഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ആ പെറ്റൽസിനെ ഒന്ന് ഡാർക്ക് ചെയ്ത് കൊടുക്കണം. ഓക്കെ ഓക്കെ അല്ലേ? ഇത് നമുക്ക് ഷെയ്ഡ് ചെയ്യാതെ ഇതൊന്നും കൂടി ഒന്ന് വരയ്ക്കാവേ. ഇതൊന്നുകൂടി വരച്ചിട്ട് പിന്നീട് ഷെയ്ഡ് ചെയ്താൽ മതി. ജസ്റ്റ് ഇതിന്റെ ഷേപ്പ് മാത്രം ഒന്ന് വരയ്ക്കാം. ഒരു ലൈൻ വരയ്ക്കുക, താഴേക്ക് ഒന്ന് കുഴിക്കുക, മുകളിലോട്ടൊരു ലൈൻ വരച്ചു കൊടുക്കാം. ഓക്കെ. എന്നിട്ട് ഇവിടെ നിന്ന് ഈ ലൈൻ എക്സ്റ്റെൻഡ് ചെയ്ത് കൊണ്ടുവന്ന് റൗണ്ട് ഷേപ്പിനായിട്ട് തന്നെ കൊണ്ടുവന്ന് ഇങ്ങനെ ചുരുക്കി ചുരുക്കി റൗണ്ട് പോലെ മുകളിലോട്ട് വരച്ചു കൊടുക്കുക. തൊട്ടടുത്തുനിന്ന് വീണ്ടും ഇതുപോലെ ഒരു ലൈൻ വരയ്ക്കുക. മൂന്നാമത്തത് ഈ ലൈനിന്റെ മുകളിൽ നിന്ന് വേണം സ്റ്റാർട്ട് ചെയ്യാം. മൂന്നാമത്തെ പെറ്റൽ അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ഇതുപോലെ വരച്ചു കൊടുക്കാം. സെന്ററിൽ നിന്ന് ഒരു ലൈൻ ഇങ്ങനെ വളച്ച് ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാം. തൊട്ടടുത്തുനിന്ന് വീണ്ടും ഒരു ലൈൻ കൊണ്ടുവന്ന് ഇതിനകത്തോട്ട് ജോയിൻ ചെയ്ത് കൊടുക്കുക. എൻഡിൽ 2 ഡോട്ട് വെച്ചിട്ട് ഇട്ട് കൊടുക്കുക. 2 ഡോട്ട് 2 സൈഡിലായിട്ട് ഇട്ട് കൊടുക്കുക. സെന്ററിൽ വരുമ്പോൾ മാത്രം സിംഗിൾ ആയിട്ട് ഒരു ഡോട്ട് ഇട്ട് കൊടുക്കുക. എൻഡിൽ വരുമ്പോൾ ആ ഡോട്ട് ഒന്ന് നീട്ടി വരച്ചു കൊടുക്കുക കേട്ടോ. ഇനി ഇവിടെ നിന്ന് വീണ്ടും അടുത്തത് വരയ്ക്കാം. ലാസ്റ്റ് പെറ്റൽ വരയ്ക്കുമ്പോൾ ഇവിടെ നിന്ന് ഈ ലൈൻ തട്ടുമ്പോൾ സ്റ്റോപ്പ് ചെയ്യുക. ഇവിടെ നിന്ന് ഇങ്ങോട്ട് വരയ്ക്കാം. ഓക്കെ. ഷെയ്ഡ് ചെയ്യുമ്പോൾ ഈ ആദ്യം ഇതിന്റെ താഴെ നിന്ന് ഷെയ്ഡ് ചെയ്യാം. പിന്നെ ഈ പോയിന്റിന്റെ മുകളിലേക്കും ഷെയ്ഡ് ചെയ്ത് കൊടുക്കുക. ലാസ്റ്റ് ഈ വരച്ച സ്ഥലത്തൊന്ന് നമ്മളൊരു കർവ് ലൈൻ പോലെ നല്ല ഡാർക്ക് ആയിട്ട് വരച്ചു. പിന്നെ നമ്മൾ ഈ പെറ്റൽസ് കംപ്ലീറ്റ് ആയിട്ട് ഷെയ്ഡ് ചെയ്ത് കൊടുത്താൽ മതി. ഓക്കെ ആണല്ലോ? ഓക്കെ. നമുക്ക് അടുത്തൊരു ഫ്ലവർ വരയ്ക്കാം. ഓക്കെ. അടുത്ത ഫ്ലവർ വരയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു യു പോലെ വരച്ചു കൊടുക്കുക. യു പോലെ വരച്ചു കൊടുക്കാം. ഓക്കെ. ഓക്കെ ആണല്ലോ? എന്നിട്ട് ഇതിന്റെ സെന്ററിന്ന് 1 2 3 ഇതുപോലെ വരച്ച് മുകളിൽ നിന്ന് ഇങ്ങനെ ആക്കി കൊടുക്കാം. ഇപ്പുറത്തേക്ക് കാണിച്ചു തരാം. 1 2 3 ഇങ്ങനെ കൊണ്ടുപോയി ഇതുപോലെ വളച്ചു കൊടുക്കാം. ഒരു മിനിറ്റ്. ഓക്കെ. അതേപോലെ ഇപ്പുറം സൈഡിൽ നിന്നും വരയ്ക്കാം. 1 2 മൂന്നാമത്തത് ജസ്റ്റ് ഇങ്ങനെ വരച്ച് ഇങ്ങനെ കൊണ്ടുവരാം. ഓക്കെ ആണല്ലോ? ഇനി ഇതിന്റെ സെന്ററിൽ നിന്ന് നമ്മൾ ഇങ്ങനെ ഒരു കർവ് ലൈൻ വരച്ചു കൊടുക്കുക. അതിന്റെ മുകളിൽ ഒരു ലൈനും കൂടി വരച്ചു കൊടുക്കാം. എന്നിട്ട് ഈ സെന്റർ നമ്മൾ അത്യാവശ്യം നന്നായിട്ട് ഡാർക്ക് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് തന്നെ ഫിൽ ചെയ്ത് കൊടുക്കാം. ഓക്കെ. വീണ്ടും ഒരു ലൈനും കൂടി ഇതിന്റെ മുകളിൽ വരച്ചു. ഒരു മിനിറ്റ്. ഓക്കെ. ഒരു ലൈൻ വരച്ചു കൊടുക്കുക. ഈ മുകളിലെ ലൈനിൽ നമ്മൾ ചുറ്റും ഹംസ് വരച്ചു കൊടുക്കുക. മുകളിൽ വരച്ച ലൈനിന് ചുറ്റുമായിട്ട് നമ്മൾ ഹംസ് വരച്ചു കൊടുക്കുക. ഓക്കെ. ചുറ്റുമായിട്ട് നമ്മൾ ഹംസ് വരച്ചു കൊടുക്കാം. ഓക്കെ ആണല്ലോ? എന്നിട്ട് നമ്മൾ ഇവിടെ നമ്മൾ മറ്റേ ലോട്ടസിന് ചെയ്തില്ലേ, അതേപോലെ വീണ്ടും ഇങ്ങ് താഴേക്കായിട്ട് പെറ്റൽസ് വരച്ചു കൊടുക്കാം. വീണ്ടും ഇവിടെ നിന്ന് നമുക്ക് എത്ര പെറ്റൽ ഇതുപോലെ വേണം അത്രയും അതനുസരിച്ച് വരച്ചു കൊടുക്കാം. അങ്ങനെ പെറ്റൽസ് വരച്ചു കൊടുക്കാം. താഴ്ന്ന് ഇങ്ങനെ ഒന്ന് റൗണ്ട് ചെയ്ത് ഇതിനൊന്ന് ക്ലോസ് ചെയ്യാം. ഇത്ര ആയി കഴിയുമ്പോൾ നമുക്ക് ഇതിന് ചുറ്റും പെറ്റൽസ് വരയ്ക്കാം. അത് നമ്മൾ ഒന്നുകിൽ ഇങ്ങനെ 3 എണ്ണം വരുന്നത് വരയ്ക്കാം, അല്ലെങ്കിൽ ഇതെല്ലാം കൂടി മിക്സ് ചെയ്ത് വരയ്ക്കാം. 1 എണ്ണം 3 എണ്ണം വരയ്ക്കാം. പിന്നെ റാ പോലെ ഇത് നമുക്ക് അങ്ങനെ ഒരു പ്രത്യേക ഇതില്ല. നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ പെറ്റൽസ് വരച്ചു കൊടുക്കാം. നമുക്ക് 3 എണ്ണമുള്ള ഫ്ലവർ പെറ്റൽ വേണമെങ്കിൽ വരയ്ക്കാം, എല്ലാം കൂടി മിക്സ് ചെയ്ത് വേണമെങ്കിൽ വരയ്ക്കാം. ഏത് രീതിയിൽ വേണമെങ്കിലും നമുക്ക് പെറ്റൽസ് വരച്ചു കൊടുക്കാം. ഓക്കെ. കംപ്ലീറ്റ് ആയിട്ട് ഇതിന് പെറ്റൽസ് വരച്ചു കൊടുക്കാം.
ഓക്കെ, ഇതിന്റെ കൂടെയൊക്കെ ലീഫ് വരും. അത് നാളെ നമുക്ക് ഡിസൈൻ വരയ്ക്കുമ്പോഴത്തേനും അതിന്റെയൊക്കെ കൂടെ ലീഫ് കൂടി വെച്ച് വരയ്ക്കാം. ഇനി നമ്മൾ ഇതിന് ഷെയ്ഡ് ചെയ്ത് കൊടുക്കാം. നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഷെയ്ഡ് ചെയ്യാം. താഴ്ന്ന് വേണമെങ്കിൽ താഴ്ന്ന് ഷെയ്ഡ് ചെയ്യാം, കംപ്ലീറ്റ് വേണമെങ്കിൽ കംപ്ലീറ്റ് ആയിട്ട് ഷെയ്ഡ് ചെയ്യാം, മുകളിൽ മാത്രം വേണമെങ്കിൽ അങ്ങനെയും ചെയ്ത് കൊടുക്കാം. അപ്പൊ കംപ്ലീറ്റ് ആയിട്ട് ഇതിന് ഷെയ്ഡ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഫുള്ള് ഷെയ്ഡ് ചെയ്ത് കൊടുക്കുക. ഷെയ്ഡ് ചെയ്തതിന് ശേഷം മറന്നു പോകരുത്, ഷെയ്ഡ് ചെയ്തതിന് ശേഷം നമ്മൾ ആ ഷെയ്ഡ് ചെയ്ത പോർഷൻ ഒന്നും കൂടി മുകളിലോട്ട് വരച്ചു കൊടുക്കാം. ഒന്നുകൂടി ഡാർക്ക് ആയിട്ട് തന്നെ വരച്ചു കൊടുക്കാം. ഓക്കെ, വീണ്ടും ഇതൊന്നും ഇങ്ങനെ ഡാർക്ക് ആയിട്ട് വരച്ചു കൊടുക്കാം. കംപ്ലീറ്റ് ആയിട്ട് ഡാർക്ക് ആയിട്ട് വരച്ചു കൊടുക്കാം. ഓക്കെ ആണല്ലോ? ഓക്കെ, ഈ സെയിം രീതിയിൽ തന്നെ നമുക്ക് ഒരു ഫ്ലവറും കൂടി വരയ്ക്കാവേ. ജസ്റ്റ് നമ്മൾ ഇങ്ങനൊരു ഇങ്ങനെ ഒന്ന് വരച്ചു കൊടുക്കുക. മുകളിലേക്കും കൂടി ഒന്ന് വരച്ച് മുകളിലേക്കും കൂടി റാ പോലെ വരച്ചു കൊടുക്കുക. താഴെന്ന് വീണ്ടും ഇതുപോലെ വന്ന് ഇങ്ങോട്ട് ജോയിൻ ചെയ്ത് കൊടുക്കുക. ഇതിന്റെ തൊട്ടടുത്തുനിന്ന് വീണ്ടും ഒരു ലെയർ ഇതുപോലെ വരച്ചു കൊടുക്കുക. ഇവിടെ ഒരു ഇങ്ങനെ ഒന്ന് ഒടിവൂടെ കൊടുത്തിട്ട് വരയ്ക്കണേ. ഇപ്പുറത്തും അതുപോലെ വരച്ചു കൊടുക്കുക. ഇത്രയാവുമ്പോൾ നമുക്ക് ഇവിടെ നിന്ന് മുകളിലേക്ക് ഒരു റാ ഷേപ്പ് അല്ലെങ്കിൽ ഒരു കർവ് ലൈൻ ഇങ്ങനെ വരച്ചു കൊടുക്കാം. അതിന് ചുറ്റും നമ്മൾ കുഞ്ഞു കുഞ്ഞു സർക്കിൾ വരച്ചു കൊടുക്കാം. ചെറുതായിട്ട് വരച്ചാൽ മതി, വളരെ ചെറിയ സർക്കിൾ ചേർത്ത് വരച്ചു കൊടുത്താൽ മതി. ഇനി നമ്മൾ ഇവിടെ നിന്ന് ചെറിയ എം ഷേപ്പ് പെറ്റല് വരച്ചു കൊടുക്കാം. ഇതിന്റെ എല്ലാം ചുറ്റിനും ചെറിയൊരു ഒരു ലെയർ, ആദ്യത്തെ ഒരു ലെയർ ആയിട്ട്. അതുകൊണ്ട് അത് ഒത്തിരി വലുതായിട്ട് വരയ്ക്കേണ്ട, ഇവിടെ മുകളിൽ മാത്രം ഇങ്ങനെ വരച്ചു കൊടുത്താൽ മതി. എന്നിട്ട് താഴെന്ന് നമ്മൾ ആദ്യം വരച്ചതുപോലെ തന്നെ വലുതായിട്ട് പെറ്റൽസ് വരച്ചു കൊടുക്കാം. ഓക്കെ, കംപ്ലീറ്റ് ആയിട്ട് വരച്ചു കൊടുക്കാം. ഇതിനെയും നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഷെയ്ഡ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഇതിനകത്ത് നമുക്ക് ഇഷ്ടമുള്ള രീതി ഒന്നുകിൽ നമുക്ക് മുകളിൽ നിന്ന് ഇങ്ങനെ ഷെയ്ഡ് ചെയ്യാം. ഇതിനകത്ത് തന്നെ എല്ലാ ഷെയ്ഡും കൂടി കാണിച്ചു തരാവേ. ഇല്ലെങ്കിൽ താഴെന്ന് ഇതിലേതെങ്കിലും ഒന്ന് ചെയ്താൽ മതി, ഇല്ലെങ്കിൽ താഴെന്ന് ചെയ്യാം. താഴെന്ന് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഒന്ന് വലുത് ചെറുത് ഇടയ്ക്കിടയ്ക്ക് വലുതാക്കി ചെറുതാക്കി അങ്ങനെ വേണമെങ്കിലും ചെയ്ത് കൊടുക്കാം. ഇറഗുലർ ആയിട്ട് വേണമെങ്കിലും നമുക്ക് ഷെയ്ഡ് ചെയ്ത് കൊടുക്കാം. ഒരേ അളവിന് തന്നെ ചെയ്യണമെന്നില്ല. ആദ്യം കുറച്ച് നേരം നല്ല ഹൈറ്റിന് ഷെയ്ഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ കുറച്ച് നേരം താഴെ കുറച്ച് ഹൈറ്റ് കുറച്ച് വീണ്ടും ഹൈറ്റ് കൂട്ടി ഹൈറ്റ് കുറച്ച് ഈ രീതിയിൽ വേണമെങ്കിൽ നമുക്ക് ഷെയ്ഡ് ചെയ്ത് കൊടുക്കാം. ഇഷ്ടമുള്ള രീതിയിൽ ഷെയ്ഡ് ചെയ്ത് കൊടുക്കാം. ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിനെ ഫുള്ളായിട്ട് ഷെയ്ഡ് ചെയ്ത് കൊടുക്കാം. കംപ്ലീറ്റ് ആയിട്ടും വേണമെങ്കിലും ഷെയ്ഡ് ചെയ്ത് കൊടുക്കാം. അതിൽ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഷെയ്ഡ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഇതൊന്ന് ഫുള്ളായിട്ട് ഷെയ്ഡ് ചെയ്ത് കൊടുക്കാം. ഓക്കെ ആണല്ലോ? ഷെയ്ഡ് ചെയ്തതിന് ശേഷം ഈ പെറ്റൽസിനെ ഒന്നുകൂടി വരയ്ക്കാം. ഓക്കെ അല്ലേ? ഇനി നമുക്ക് ഇതിൽ 2-3 ഫ്ലവേഴ്സും കൂടി വരുന്നുണ്ട്. അത് നമുക്ക് നാളെ ഡിസൈൻ വരയ്ക്കുമ്പോൾ ആ ഫ്ലവേഴ്സ് കൂടി ഇൻക്ലൂഡ് ചെയ്ത് വരയ്ക്കാം. നമ്മുടെ ടൈം ഒത്തിരി പോകും. പിന്നെ നമുക്ക് അടുത്തൊരു ചെറിയ കുറച്ച് ഫ്ലവേഴ്സ് കൂടി വരച്ചിട്ട് മതിയാക്കാം. ഇതിനകത്ത് ഇനി 2-3 ഫ്ലവേഴ്സ് കൂടെ വരുന്നുണ്ട്. അത് നാളെ ഡിസൈനിൽ ആ ഫ്ലവേഴ്സ് കൂടി ഇൻക്ലൂഡ് ചെയ്ത് വരയ്ക്കാം. ഇനി നമ്മൾ വരയ്ക്കുന്നത് അറബിക് ബോൾഡ് ഫ്ലവേഴ്സ് എന്ന് പറയും. അറബിക് ബോൾഡ് ഫ്ലവേഴ്സ് അല്ലെങ്കിൽ ഗൾഫ് ബോൾഡ് ഫ്ലവേഴ്സ് എന്ന് പറയും. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ബോൾഡ് ഫ്ലവർ വരയ്ക്കാൻ വേണ്ടിയിട്ട് ആദ്യം നമ്മളൊരു സ്രില്ല് വരച്ചു കൊടുക്കാം. അത്യാവശ്യം വലിയ ഫ്രില്ല് തന്നെ വരച്ചു കൊടുക്കാം. ഫ്രില്ല് വരയ്ക്കുമ്പോൾ മാക്സിമം അടുപ്പിച്ചടുപ്പിച്ച് വരയ്ക്കാൻ നോക്കാം. എന്നിട്ട് നമ്മൾ പ്രഷർ കൊടുത്ത് 4 സൈഡിലും നല്ല രീതിയിൽ പ്രഷർ കൊടുത്ത് ഇങ്ങനെ തൊപ്പി പോലെ വരച്ചു കൊടുക്കുക. നന്നായിട്ട് പ്രഷർ കൊടുക്കുക. നമ്മൾ വരയ്ക്കുമ്പോൾ ചെറുതായി പോവുകയാണെങ്കിൽ വീണ്ടും അതിന്റെ മുകളിൽ കൂടി ഒന്നും കൂടി വരച്ച് ഇതിനെ ഒന്ന് വലുതാക്കി കൊടുക്കുക. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ പ്രഷർ കൊടുക്കുക. ഇതുപോലെ 4 സൈഡിലും വരച്ചു കൊടുക്കുക.
4 സൈഡിലും പ്രഷർ കൊടുത്ത് വരച്ചു കൊടുക്കാം. ഓക്കെ ആണല്ലോ. ഇനി ഇതിന്റെ സെന്ററിൽ കൂടി നമ്മളിങ്ങനെ റാ പോലെ കൊണ്ടുവന്ന് ഇതിന്റെ മുകളിൽ എത്തുന്തോറും പ്രഷർ കൂട്ടി കൂട്ടി കൊണ്ടുവന്ന് താഴെ വരുമ്പോഴും പ്രഷർ കുറച്ച് വരച്ചു കൊടുക്കാം. അതായത് ഈ മുകളിൽ വരുമ്പോൾ മാത്രം നമ്മൾ നന്നായിട്ട് പ്രഷർ കൊടുക്കുക, ഇവിടെ ഇങ്ങനെ കട്ടിയാവുക. അത് നമ്മൾ അത് കഴിഞ്ഞിട്ട് ഒന്നും കൂടി മുകളിലൂടെ വരച്ചു കൊടുത്താലും മതി. ഇപ്പുറത്തും അതുപോലെ തന്നെ റാ പോലെ വരച്ചു കൊണ്ടുവരിക. ഇതിന്റെ മുകളിൽ എത്തുമ്പോൾ നമ്മൾ പ്രഷർ കൂട്ടി കൊടുക്കുക. പ്രഷർ കൂട്ടി ഇങ്ങോട്ട് കൊണ്ടുവരാം. വീണ്ടും നമ്മൾ ഇങ്ങനെ നന്നായിട്ട് കൊടുക്കാം. ഇപ്പുറം സൈഡും അതുപോലെ 4 സൈഡ് നമ്മൾ അതുപോലെ തന്നെ വരച്ചു കൊടുക്കാം. ഇതിന്റെ മുകളിൽ എത്തുമ്പോൾ, ഈ മുകളിലെ സെന്റർ പോർഷൻ എത്തുമ്പോൾ നന്നായിട്ട് പ്രഷറിൽ വരയ്ക്കാം. ഇപ്പുറം സൈഡും അതുപോലെ വരച്ചു കൊടുക്കാം. ഓക്കെ, ഈ ഫ്ലോർ നമുക്ക് ഇത്ര വെച്ച് വേണമെങ്കിലും മതിയാക്കാം. ഇല്ലെങ്കിൽ നമുക്ക് ഇതിന് ഒരു ലെയർ കൂടി വരച്ചു കൊടുക്കാം. ഒരു ലെയർ വരയ്ക്കാൻ ഇതിന്റെ ചുറ്റിനെല്ലാം ഓരോ റാ ഷേപ്പ് വരച്ചു കൊടുക്കാം. ഇത്ര വെച്ച് വേണമെങ്കിലും നമുക്ക് മതിയാക്കാം. ഇല്ലാന്നുണ്ടെങ്കിൽ ഓരോ റാ ഷേപ്പ് ഇതിന് ചുറ്റിനും വരച്ചു കൊടുക്കാം. ഓക്കെ, വരച്ചിട്ട് ഇതിന് മുകളിൽ ഒരു ലെയറും കൂടി നമ്മൾ ഈ ഒരു പെറ്റൽ വരച്ചു കൊടുക്കാം. നമ്മൾ നേരത്തെ വരച്ച ആ സെയിം പെറ്റൽ ഇതിന്റെ മുകളിൽ കൂടി വരച്ചു കൊടുക്കാം. രണ്ട് സൈഡിൽ നിന്നും ബ്രാക്കറ്റ് പോലെ വരച്ചു വന്ന് എൻഡിൽ വരുമ്പോൾ മാത്രം ഒന്ന് താഴോട്ടാക്കി കൊടുത്താൽ മതി. ഓക്കെ, ഇനി ഈ പോർഷൻ നമുക്ക് ഡാർക്ക് ചെയ്ത് കൊടുക്കാം. ഇപ്പൊ വരച്ച ആ ഒരു നമ്മളിപ്പോ വരച്ച് ചേർത്ത ആ ഒരു പെറ്റൽ മാത്രം ഒന്ന് ഡാർക്ക് ചെയ്ത് കൊടുക്കാം. ഇത് കംപ്ലീറ്റ് ആയിട്ട് ഡാർക്ക് ചെയ്ത് കൊടുക്കാം. ഓക്കെ ആണല്ലോ. ഇതാണ് അറബിക് ബോൾഡ് ഫ്ലവറിൽ ഒരെണ്ണം. ഇനി രണ്ടാമത്തത് വന്നിട്ട് നമ്മൾ ജസ്റ്റ് ഒരു സ്രില്ല് വരച്ചു കൊടുക്കുക. സ്രില്ല് വരയ്ക്കുമ്പോൾ വലിയ സ്രില്ല് വരയ്ക്കുക. അതുപോലെ തന്നെ മാക്സിമം അടുപ്പിച്ചടുപ്പിച്ച് വരച്ചു കൊടുക്കാം. ഓക്കെ, ഇവിടെ നിന്ന് നമ്മളൊരു കർവ് ലൈൻ ഇങ്ങനെ വരച്ചു കൊടുക്കുക. നമ്മൾ ഫസ്റ്റ് വരച്ച ഫ്ലവറിൽ വരച്ചതുപോലെ ഒരു റാ ഒന്ന് വളച്ച് ഇതിന്റെ മുകളിൽ കൂടി വരച്ചു കൊടുക്കുക. അത്യാവശ്യം വലുതായിട്ട് തന്നെ വരയ്ക്കണം. ഇത് കളർ ഡാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണേ. വീണ്ടും ഇതുപോലെ ഇതിന് ചുറ്റും വരച്ചു കൊടുക്കുക. ആദ്യം ഒരു ലൈൻ വരച്ചു കൊടുക്കുക. അതിന്റെ മുകളിൽ ഇങ്ങനെ തൊപ്പി പോലെ ജസ്റ്റ് വളച്ച് വരച്ചു കൊടുക്കുക. ഇപ്പുറം സൈഡും അതുപോലെ തന്നെ ഇങ്ങനെ 3 എണ്ണം വരച്ചു കൊടുക്കുക. 4 എണ്ണം കിട്ടുമെങ്കിൽ 4 എണ്ണം വരയ്ക്കാം. 3 എണ്ണം കിട്ടുമെങ്കിൽ 3 എണ്ണം വരയ്ക്കാം. ഇതൊരു ലെയർ വരയ്ക്കാം. രണ്ടാമത്തെ ലെയർ വരയ്ക്കാൻ വീണ്ടും ഇങ്ങനെ കൊണ്ടുവരാം. ഈ രണ്ടെണ്ണത്തിന്റെ ഈ ഒരു ഗ്യാപ്പില്ലേ, ഇവിടെയും തമ്മിലുള്ള ചെറിയൊരു ഗ്യാപ്പ് വരുന്ന സ്ഥലത്ത് അടുത്തത് വരയ്ക്കുമ്പോൾ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് താഴേക്ക് നാ പോലെ വരച്ചു കൊടുക്കുക. വീണ്ടും ഒരു ലെയർ. അതുപോലെ ഈ ജോയിന്റ് വരുന്ന സ്ഥലത്തെല്ലാം നമ്മൾ താഴേക്ക് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് കുനിച്ചിട്ട് വരച്ചു കൊടുക്കാം. താഴേക്ക് ഒരു ഒടി പോലെ കൊടുത്ത് വരയ്ക്കാം. അവിടെയും ഇതുപോലെ ഈ ഒരു ഷേപ്പിന് വരച്ചു കൊടുക്കാം. ഇവിടെ അങ്ങനെ തന്നെ വരയ്ക്കാം. ഇപ്പുറത്തും വരച്ചു കൊടുക്കാം. ഓക്കെ, ജസ്റ്റ് ഇങ്ങനെ വരച്ചു കൊടുക്കാം. എന്നിട്ട് നമ്മൾ ഈ വരച്ചതെല്ലാം ഒന്ന് ഡാർക്ക് ചെയ്ത് കൊടുക്കുക. ഇപ്പൊ വരച്ച ഈ പെറ്റൽസ് എല്ലാം ഒന്ന് ഡാർക്ക് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഈ വരച്ച എല്ലാ പെറ്റൽസിനെ നല്ല തിക്കായിട്ട് ഡാർക്ക് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അതിന്റെ സമയം ഒത്തിരി പോയിട്ടുണ്ട്. നമുക്ക് 2 എണ്ണം കൂടി വരച്ചിട്ട് നിർത്താം. ഇനി നമുക്ക് ലീഫും ബാക്കി ഫ്ലവേഴ്സും കൂടി നാളെ ഡിസൈനിൽ ഇൻക്ലൂഡ് ചെയ്ത് വരയ്ക്കാം. ബാക്കി ഒരു 2-3 ഫ്ലവേഴ്സും കൂടി ഉണ്ട്. ഇനി ഈ ബോൾഡിൽ ഒരു 2 ഫ്ലവറും കൂടി ആകുമ്പോൾ നമുക്ക് കഴിയും. ഓക്കെ, ഇങ്ങനെ വരച്ചു കൊടുക്കാം. ഇത് നമുക്ക് എത്ര ലെയർ വേണോ, വലുതാക്കണമെങ്കിൽ ഫ്ലവർ എത്ര ലെയർ വേണോ അത് കൂട്ടി കൂട്ടി വരച്ചു കൊടുത്താൽ മതി. ഇനിയും അടുത്ത ലെയർ വേണമെങ്കിൽ വീണ്ടും അതനുസരിച്ച് കൂട്ടി വരച്ചു കൊടുത്താൽ മതി. ഇനി അടുത്തൊരു ഫ്ലവർ വരയ്ക്കാൻ വേണ്ടി ഇത് കുറച്ച് സ്പീഡ് കൂടി പോകുന്നുണ്ടെന്ന് അറിയാം. നിങ്ങൾ ഒന്നുകൂടി ഒന്ന് റെക്കോർഡഡ് ക്ലാസ് കണ്ടിട്ട് ഒന്നുകൂടി വരച്ചിട്ട് എനിക്ക് അയച്ചു തന്നാൽ മതി.
വീണ്ടും ഒരു ലെയറും ഒരു സ്രില്ല് വരച്ചു കൊടുക്കാം. ഈ ബോൾഡ് വരയ്ക്കുമ്പോഴെല്ലാം സ്രില്ല് മാക്സിമം അടുപ്പിച്ചടുപ്പിച്ച് വരയ്ക്കാൻ നോക്കാം. ഓക്കെ, എന്നിട്ട് ഇവിടെ നിന്ന് നന്നായിട്ട് പ്രഷർ കൊടുക്കുക. നന്നായിട്ട് പ്രഷർ കൊടുത്ത് കോൺ ഇങ്ങനെ നീക്കിക്കൊണ്ട് വന്ന് എൻഡ് വരുമ്പോൾ ജസ്റ്റ് വാല് കൊടുക്കുക. ഒരു വാല് പോലെ വരയ്ക്കുക. ഇപ്പുറത്ത് കാണിക്കാം. നന്നായിട്ട് പ്രഷർ കൊടുക്കുക. പ്രഷർ കൊടുത്ത് ഇങ്ങനെ കൊണ്ടുവന്ന് ഇവിടെ വരുമ്പോൾ വാല് പോലെ ഇങ്ങനെ ഇട്ട് കൊടുക്കുക. അതിന്റെ മുന്നത്തിലും ഇവിടെ നിന്ന് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് നീക്കി ഒരു വാല് പോലെ ആക്കി കൊടുക്കാം. ഫ്രണ്ടിലും ഇതുപോലെ ആക്കി കൊടുക്കാം. അതുപോലെ തൊട്ടടുത്തുനിന്ന് വീണ്ടും അടുത്തത് വരയ്ക്കാം. നമ്മൾ നേരത്തെ വരച്ച ആ ഫ്ലവർ തന്നെ ഈ രീതിയിൽ നമുക്ക് വരയ്ക്കാം. ഇങ്ങനെ വരയ്ക്കാം. രണ്ട് സൈഡിലും മുമ്പോട്ടും ഫസ്റ്റും ബാക്കിലും ഓരോ ലൈനും കൂടി വരച്ചു കൊടുക്കാം. ഇങ്ങനെ കൊണ്ടുവന്ന് നന്നായിട്ട് പ്രഷർ കൊടുത്ത് തന്നെ വരയ്ക്കാം. നല്ല തിക്കായിട്ട് തന്നെ വരയ്ക്കാം. ഇവിടെ നിന്നും ഇങ്ങോട്ട് കൊണ്ടുവരും. ഇങ്ങനെ 3 ലെയർ വരച്ചു കൊടുക്കുക. അടുത്തത് വരയ്ക്കുമ്പോൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ ഈ ജോയിന്റിന്റെ അവിടെ വരുമ്പോൾ നമ്മൾ ചെറിയൊരു ഒടിവ് കൊടുക്കുക. എന്നിട്ട് വരച്ചു കൊടുക്കാം. നല്ല തിക്കായിട്ട് അതിന്റെ മുകളിൽ ഒരു ലെയറും കൂടി വരച്ചു കൊടുക്കാം. വീണ്ടും ഇപ്പുറത്തുനിന്ന് വരയ്ക്കാം. അങ്ങനെ ചുറ്റിനും നമുക്ക് എത്ര പെറ്റൽസ് വേണോ അത്രയും വരച്ചു കൊടുക്കാം. നല്ല തിക്കായിട്ട് വന്ന് ഇവിടെ വരച്ചു കൊടുക്കാം. ഇപ്പുറം സൈഡും അതുപോലെ തന്നെ വരയ്ക്കാം. എത്ര വേണോ അത്രയും മാക്സിമം ഇതിൽ വരച്ചു കൊടുക്കാം. നന്നായിട്ട് വരച്ചു കൊടുക്കാം. ഓക്കെ, അതുപോലെ ഇനി എത്ര പെറ്റൽസ് വേണോ അതനുസരിച്ച് വീണ്ടും വീണ്ടും ലെയർ കൂട്ടി കൊടുക്കാം. ഇനി മുകളിലോട്ട് വേണമെങ്കിൽ വീണ്ടും വരച്ചു കൊടുക്കാം. ഇത് നമുക്ക് ലീഫും കൂടി വരുമ്പോഴേ നമുക്ക് കറക്റ്റ് ഇതിന്റെ ഇത് വരുള്ളൂ. നമുക്ക് കാണാം. ഓക്കെ ആണല്ലോ. ഇനി ലാസ്റ്റ് ഒരു ബോൾഡ് വെറ്റിലും കൂടി വരച്ചിട്ട് നമുക്ക് മതിയാക്കാം. ഫ്ലവർ കഴിഞ്ഞിട്ടില്ല. ഇനി നമുക്ക് ഡിസൈനിൽ ഇൻക്ലൂഡ് ചെയ്ത് വരയ്ക്കാമേ. അടുത്ത ലാസ്റ്റ് ഫ്ലവർ വരയ്ക്കാൻ വേണ്ടിയിട്ട് കാണാലോ, ഇവിടെ വരച്ച ഒരു അത്യാവശ്യം വലിയൊരു സ്രില്ല് വരച്ചു കൊടുക്കാം. ഓക്കെ, സ്രില്ല് വരയ്ക്കാം. ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ഒരു ലീഫ് വരച്ചു കൊടുക്കാം. ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ഒരു ലീഫ് വരച്ചു കൊടുക്കാം. 2 ലീഫിന്റെ സെന്ററിലായിട്ടൊരു സ്രില്ല് വരയ്ക്കാം. അല്ലെങ്കിൽ ആദ്യം ലീഫ് വരച്ചിട്ട് വരച്ചാലും മതി. ആദ്യം ഒരു ലീഫ് ഇവിടെ നിന്ന് ഇങ്ങോട്ട് വരയ്ക്കാം. അതിന്റെ ഓപ്പോസിറ്റ് സൈഡിൽ നിന്ന് ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്കും ഒരു ലീഫ് വരയ്ക്കാം. 2 സൈഡിൽ നിന്നായിട്ട് 2 ലീഫ് വരച്ചു കൊടുക്കാം. ഓക്കെ, ഓക്കെ ആണല്ലോ. ഇനി ഇതിന്റെ സെന്ററിൽ നിന്ന് നമ്മൾ ഫ്രില്ല് വരച്ചു കൊടുക്കുക. ഇങ്ങനെ കൊണ്ടുവന്ന് കംപ്ലീറ്റ് ആയിട്ടൊരു ഫ്രില്ല് വരച്ചു കൊടുക്കുക. ഓക്കെ, ഓക്കെ ആണല്ലോ. ഇനി ഇവിടുന്ന് താഴേക്കും ഒരു ലീഫ് ഇങ്ങനെ വരച്ചു കൊടുക്കാം. ഇവിടുന്ന് ഇങ്ങോട്ടും താഴേക്കും ഒരു ലീഫ് വരച്ചു കൊടുക്കാം. ഫ്രില്ലിന്റെ മുകളിൽ ഒരു ലെയറും കൂടി വരയ്ക്കണേ. സോറി, അത് ഞാൻ വിട്ടുപോയത്. ഒരു ലെയർ കൂടി വരച്ചു. എന്നിട്ട് നമ്മൾ ഇതിനെ ഒരു പെറ്റൽ പോലെ ജസ്റ്റ് ഇങ്ങനെ ആക്കി കൊടുക്കാം. ഒരു ബ്രാക്കറ്റ് പോലെ കൊണ്ടുവന്ന് മുകളിലോട്ടൊന്ന് നീക്കി കൊടുക്കാം. നേരത്തേക്ക് നമ്മൾ വരച്ച സെയിം സാധനം. ഓക്കെ, ഇനി നമ്മൾ വരയ്ക്കുമ്പോൾ ഇവിടുന്ന് ഒരു ലൈൻ കൊണ്ടുവന്ന് ഈ ജോയിന്റ് എത്തുമ്പോൾ ജസ്റ്റ് ഇങ്ങനെ താഴോട്ട് വന്ന് വീണ്ടും ആ ലൈൻ ഇങ്ങനെ വരച്ചു. അതിന്റെ മുകളിൽ റാ പോലെ വരയ്ക്കാം. വീണ്ടും ഇവിടെ അതുപോലെ വരാം. ഈ ഒടിവ് വരുന്നിടത്ത് ഇങ്ങനെ കൊണ്ടുവരാം. ഇങ്ങനെ വരച്ചു കൊടുക്കാം. ഇപ്പുറം സൈഡും അതുപോലെ കൊണ്ടുവരാം. ഓക്കെ, ഇങ്ങനെ കൊണ്ടുവരാം. ഓക്കെ, ഇനി മുകളിലും ജസ്റ്റ് ഇങ്ങനെ ഒന്ന് വരച്ച് ഇങ്ങനെ വരച്ചു കൊടുക്കാം. ഇപ്പുറത്തും ഇങ്ങനെ വരയ്ക്കാം. ഓക്കെ, ഇവിടെ നിന്ന് താഴേക്ക് ഒരു ഡോട്ട് ഇട്ട് കൊടുക്കാം. നീട്ടി വരച്ചു കൊടുക്കാം. പിന്നെ ഇതെല്ലാം നമ്മളൊന്ന് ഡാർക്ക് ചെയ്ത് കൊടുക്കാം. ഇതിന് ഈ വരച്ചതെല്ലാം ഒന്നും കൂടി ഒന്ന് ഡാർക്ക് ചെയ്ത് കൊടുക്കാം. എല്ലാം ഒന്ന് ഡാർക്ക് ചെയ്ത് കൊടുക്കാം. ഈ വരച്ച എല്ലാം ഡാർക്ക് ചെയ്യണേ. വരച്ച എല്ലാം നന്നായിട്ടൊന്ന് ഡാർക്ക് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഈ സ്രില്ല് ഒഴിച്ച് നമ്മൾ ആദ്യം വരച്ച ഈ ഒരു പെറ്റലും കൂടി ഡാർക്ക് ചെയ്യാം. ഓക്കെ ആണല്ലോ. ഓക്കെ അല്ലേ? ഇത്രയാവുമ്പോൾ നമ്മുടെ ബോൾഡ് ഫ്ലവർ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് 2-3 ഫ്ലവറും കൂടി പെൻഡിങ് ഉള്ളൂ. അത് നമുക്ക് നാളെ ഡിസൈനിൽ വരയ്ക്കാവേ. ഓക്കെ ആണല്ലോ. ലാസ്റ്റ് വരച്ചത് നാളെ ഒന്നുകൂടെ വരച്ചു തരണേ. ഇതല്ലേ? ഓക്കെ, ഇത് നമുക്ക് നാളെ ഒരു ഡിസൈൻ കൂടി ഇതൊന്നുകൂടി വരച്ചിട്ട് വരയ്ക്കണം. ഇതിപ്പോ ഇത്രയും ടൈം ആയില്ലേ, അതുകൊണ്ടാണ്. ഓക്കെ ആണല്ലോ.
അപ്പൊ ഇതെല്ലാം ഒന്നും കൂടി ഒന്ന് റെക്കോർഡഡ് ക്ലാസ് കണ്ടിട്ട് ഒന്നും കൂടി ഒന്ന് വരച്ച് പ്രാക്ടീസ് കേട്ടോ. ഓക്കെ ആണല്ലോ. ഇത് നിങ്ങൾക്ക് ജസ്റ്റ് സ്ക്രീൻ നീങ്ങുന്നുണ്ട്, ഇപ്പൊ കാണുന്നില്ല. ആണല്ലേ. അപ്പൊ നാളെ ഇത് ഒന്നുകൂടി വരയ്ക്കാം. നാളെ ഞാൻ ആ സ്ക്രീൻ അതും കൂടി ഒന്ന് ശരിയാക്കാവേ. ഓക്കെ ഓക്കെ അല്ലേ? ക്ലാസ് ഓക്കെ ആയിരുന്നില്ലേ? യൂസ്ഫുൾ ആയിരുന്നോ? എന്തെങ്കിലും ഡൗട്ട് എന്തെങ്കിലും ഉണ്ടോ?